എന്താണ് സ്പില്ലേജ് വേസ്റ്റേജ് 31 ഒന്നും കൂടെ പറയോ ചേച്ചി? കൂടി പറയോ ചേച്ചി? Hello, hi, good morning all. വില്ലേജ് വേസ്റ്റേജ് ചാപ്റ്റർ 31. Good morning, miss. ക്ലിയർ ആയില്ല. Good morning, ma'am. Good morning, miss. Good morning, Hi, miss. good morning. Good morning. Morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. മിസ് ഇപ്പൊ എടുക്കുന്ന ഏതാണെന്ന് പറയാമോ? Chapter 5 അല്ലേ? Okay, very good morning all. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ബിഫോർ ദാറ്റ് ഒന്നുകൂടി പറയാണ്, നമ്മൾ അതൊന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുക എല്ലാവരും. കാരണം ഇടയിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഒന്നും ക്ലിയർ ആകില്ല. നിങ്ങളിപ്പോ എന്തെങ്കിലും എന്നോട് പറഞ്ഞാലും ക്ലിയർ ആയില്ല. ആഫ്റ്റർ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോ ആഫ്റ്റർ സം ബ്രേക്ക്, അതായത് നമ്മുടെ കുറച്ച് ക്ലാസ് ഒക്കെ എടുത്ത് കുറച്ച് കഴിയുമ്പോ I will give you a chance to ask some doubts. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് എടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡൗട്ട്സ് ചോദിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിലും ഓർത്ത് വെച്ചേക്കാം. എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അന്നേരം ക്ലിയർ ചെയ്യാം. അതർവൈസ് ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഡിസ്റ്റർബൻസ് ഫോർ ഓൾ ഓഫ് us. നമുക്ക് എല്ലാവർക്കും അത് ഭയങ്കര പ്രശ്നമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. സോ കഴിഞ്ഞ ക്ലാസ്സിലും ആരൊക്കെയോ പറഞ്ഞിട്ടും ടീച്ചേഴ്സ് പറഞ്ഞിട്ടും മ്യൂട്ട് ചെയ്യാത്തവരുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അവരെന്നോടാണ് വന്ന് പറയാ. സോ അത് നിങ്ങൾ ഓർക്കണം. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകും, ടീച്ചേഴ്സിനും ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങൾ അവിടെ ഇരുന്ന് ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓക്കെ, അപ്പൊ അതുകൊണ്ട് പ്രശ്നമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതിൽ ഈ പറയുന്ന കാര്യങ്ങൾ എക്കോ പോലെ അവിടെ കിടന്ന് കറങ്ങും. സോ ബാക്കിയുള്ളവർക്ക് അത് ക്ലിയർ ആകില്ല, നമുക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാം ഉണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് അതിനൊരു 5 മിനിറ്റ്സോ 10 മിനിറ്റ്സോ വളരെ മേ ബി എന്റെ ഒരു കുട്ടി പോർഷൻ ഉണ്ട്, അത് തീർന്നു കഴിയുമ്പോൾ നമ്മൾ പറയും. സോ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നല്ലതായിരുന്നോ? ഇങ്ങനെയുണ്ട് ക്ലാസ്സുകളൊക്കെ? അറിയോ? കുഴപ്പമില്ല, എല്ലാവരും ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇന്നലത്തെ ക്ലാസ്സുകള് എനിക്ക് തോന്നുന്നു ഇന്ന് ഇച്ചിരി ഡിലേ ആയി. കാരണം ഇവിടെ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണ്. അതിൽ പവർ ഫെയിലിയർ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അതിന്റെ എന്താ പറയാ, പവർ സപ്ലൈ പെട്ടെന്ന് അത് കട്ട് ഓഫ് ആയി പോകുന്നുണ്ട്. അതിന്റെ എന്തോ ഇഷ്യൂ കൊണ്ടാണ് ഇന്ന് മോർണിംഗിൽ ക്ലാസ് ഇടാനായിട്ട് വൈകിയിരിക്കുന്നത്. സോ those who have not watched or attended the last class, you just watch the class after our today's session. ഇന്നത്തെ കഴിയുമ്പോൾ നിങ്ങൾ അതൊന്ന് വാച്ച് ചെയ്യാനായിട്ട് നോക്കുക. മിക്കവാറും എല്ലാവരും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ. ബിക്കോസ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് ക്ലാസ്. ഇന്നലെ നിങ്ങളുടെ ആദ്യത്തെ ക്ലാസ് പറയുന്നത് സ്റ്റക്ക് ആകുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ടോ? സൗണ്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നമ്മള് ഇതുപോലെ ഇടയ്ക്ക് ബ്രേക്ക് ചെയ്ത് പോകുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോ നമ്മുടേത് മാത്രം പ്രശ്നമായിരിക്കില്ല, ചിലപ്പോ നമ്മളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. അപ്പൊ നെറ്റിന്റെ കംപ്ലൈന്റ് കൊണ്ടായിരിക്കും. ഇവിടെ എനിക്ക് പ്രശ്നമില്ലെന്നാണ് തോന്നുന്നത്. നിങ്ങളൊക്കെ പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് ഇങ്ങോട്ടേക്ക് അപ്പൊ തന്നെ ലാഗ് ഇല്ലാതെ എത്തുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇവിടുത്തെ പ്രശ്നമല്ല, നമ്മളുടേത് മാത്രം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രശ്നമായിരിക്കും. അത് നിങ്ങൾ ഇതൊന്ന് സോൾവ് ചെയ്യുക. അതർവൈസ് യു ജസ്റ്റ് ലീവ് ദ കോൾ ആൻഡ് ജോയിൻ അഗെയിൻ. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ, സൗണ്ടോ മറ്റെന്തെങ്കിലും ക്ലിയർ അല്ലാത്തതുണ്ടെങ്കിൽ പെട്ടെന്ന് ലീവ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. അപ്പൊ തന്നെ അതിനോട് നമ്മൾ സമയം ഒത്തിരി കളയരുത് അതിന് വേണ്ടി. കാരണം ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കുറച്ച് കഴിയാതെ നമുക്കൊന്ന് നിർത്താൻ പറ്റില്ല.
ഓക്കെ. സോ കഴിഞ്ഞ ഓരോ ടീച്ചേഴ്സിനും വേണ്ടിയിട്ട് ഓരോ നോട്ട്ബുക്കുകൾ കീപ്പ് ചെയ്യണമെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ തന്നെ നമ്മൾ അതൊക്കെ പറഞ്ഞു. ഇൻട്രൊഡക്ഷൻ ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് നോട്ട് റിലേറ്റഡ് ടു ദ ടോപ്പിക്സ്. നമ്മൾ ഒരിക്കലും ഇൻട്രൊഡക്ഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ് അതിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുക മാത്രമായിരുന്നു ഞാൻ ചെയ്തത്. അതിനകത്ത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ എന്താ പറയുക ഡിസ്കസ് ചെയ്തത്. മാത്രമല്ല പിന്നെ നിങ്ങളുടെ എക്സാംസ് എങ്ങനെയാണ്, പോർഷൻസ് എങ്ങനെ എടുക്കുന്നു ഓരോരുത്തരും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു തീരട്ടെ. അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ചില ആളുകൾ ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് നമ്മൾ ചില വീഡിയോസ് കാണുന്നത് പോലെ കണ്ടിട്ടുണ്ടാവും. സോ ദാറ്റ് യു മേ നോട്ട് ഗെറ്റ് ദ ഫുൾ ഇൻഫർമേഷൻ വാട്ട് ഈസ് പ്രൊവൈഡഡ്. അവിടെ പറഞ്ഞ ഫുള്ള് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ടാവില്ല. ഓക്കെ. സോ അതുകൊണ്ടായിരിക്കാം ക്ലിയർ ആയിട്ട് എല്ലാം തന്നെ കാണാൻ. ഇപ്പോഴാണ് റെക്കോർഡഡ് ക്ലാസ് ഇട്ടത്. അതിന്റെ സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞത്, അതിന്റെ കാര്യമാണ് പറഞ്ഞത്. അതിവിടെ ടെക്നിക്കൽ ഇഷ്യൂ ആണ്. നിങ്ങൾ പറഞ്ഞിരുന്നു ഗൂഗിൾ ക്ലാസ് റൂമിൽ നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്, അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ എടുക്കുന്ന ക്ലാസ്സസ് എന്താ പറയാ അന്ന് തന്നെ ഈവനിങ്ങില് അത് അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷൻസിൽ അവർ പറയുന്നത് ഗൂഗിളിൽ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളുടെ ഈ ഗൂഗിൾ മീറ്റ് ഗൂഗിള് നമുക്കത് അവരുടേതായ രീതിയിലേക്ക് അത് കൺവേർട്ട് ചെയ്ത് അവർ നമുക്ക് തരണം. സോ അത് രാത്രിയിലേ കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് രാത്രി എന്ന് പറഞ്ഞാൽ മിഡ് നൈറ്റ് ഒക്കെയാണ്, 12 മണിക്കും ചിലപ്പോ 11 മണിക്കൊക്കെ കിട്ടുക. ബിഫോർ ദാറ്റ് എല്ലാവരും ഇവിടുന്ന് ലീവ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് രാവിലെ പിന്നെ ഞങ്ങൾക്ക് 9:30 ഇവിടെ ടെക്നിക്കൽ സ്റ്റാഫുകളൊക്കെ എത്തുക. അവർ വന്നിട്ടാണ് പിന്നീട് അത് അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷൻസിൽ അങ്ങനെയാണ്. ഇനി ഏതെങ്കിലും രീതിയിലുള്ള പോസിബിലിറ്റീസ് ഉണ്ടോ എന്ന് വീണ്ടും നമ്മൾ വേറെ രീതിയിൽ അത് ചിന്തിക്കേണ്ടി വരും. അവരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ വേറെ കാര്യങ്ങൾ. അതായത് കുറെ പേര് പറഞ്ഞു നടക്കുന്ന ക്ലാസ്സുകളുടെ റെക്കോർഡ്സ് അന്ന് തന്നെ ഈവനിങ്ങിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം ഉപകാരമായിരിക്കും എന്ന് എന്നോട് കുറച്ച് പേര് പറഞ്ഞിരുന്നു നമ്മളന്ന് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ കൊടുത്തപ്പോ. അപ്പൊ ഇത്തരം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനിടയിൽ കയറിയിട്ട് നമ്മൾ അത്തരം കാര്യങ്ങൾ ചോദിക്കരുത്. ഇനി ഇതിലൊന്നും പറയാത്ത എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ലാസ്റ്റ് ക്ലാസ് കഴിയുമ്പോൾ ഈ ടോപ്പിക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംശയ നിവാരണങ്ങളൊക്കെ നടത്താവുന്നതാണ്. ഓക്കെ. അതർവൈസ് അവർ ക്ലാസ്സസ് വിൽ നോട്ട് മൂവ് ഫോർവേഡ്. ഓക്കെ. നമ്മളുടെ ക്ലാസ് അധികം മുന്നോട്ട് പോകില്ല. ഒത്തിരി വലിയ ചാപ്റ്റേഴ്സ് ഉണ്ട്, കുഞ്ഞു ചാപ്റ്റേഴ്സ് എടുക്കുന്നവരുണ്ട്. കുഞ്ഞു ചാപ്റ്റർ എടുക്കുന്നവർക്ക് 1-2 ദിവസം ഒരു ദിവസം കൊണ്ടൊക്കെ ഒറ്റ ചാപ്റ്റർ തീർക്കാൻ പറ്റും. പക്ഷെ അത് എല്ലാവർക്കും സാധ്യമല്ല. ബിക്കോസ് ചില ചാപ്റ്റേഴ്സ് ആർ സോ ലെങ്തി. അപ്പൊ അത് തീർക്കാനൊക്കെ ഒത്തിരി സമയം എടുക്കും. അപ്പൊ നിങ്ങൾ യു ഹാവ് ടു കോപ്പറേറ്റ് വിത്ത് അസ്. ഓക്കെ. നിങ്ങൾക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. നോട്ടുകളൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടാവും. സോ ആഫ്റ്റർ ദാറ്റ് ഇനി നിങ്ങൾ നിങ്ങളുടേതായ ഡിസ്കഷൻസ് ആഫ്റ്റർ ദ ക്ലാസ് ബിഫോർ ദി ടീച്ചർ കമ്മിങ്, നെക്സ്റ്റ് ടീച്ചർ വരുന്നതിന് മുമ്പ് ആ ഡിസ്കഷൻസ് സ്റ്റോപ്പ് ചെയ്യാനും നോക്കുക. അതും അവർ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളാണോ എന്ന് എനിക്കറിയില്ല, അടുത്ത ബാച്ചുകാരുണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത ടീച്ചർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങളെ എന്താ പറയാ സൈലന്റ് ആക്കാൻ, അവർ വീഡിയോ ഓൺ ആക്കുമ്പോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ടീച്ചർ ഈസ് റെഡി ഫോർ ദ ക്ലാസ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ടല്ലോ. അവർ ടീച്ചർ റെഡി ആയിട്ട് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? We have to mute ourselves. നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ മ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ടീച്ചേഴ്സിന് പറയാനുള്ളത് എന്താന്ന് കേൾക്കുക. വന്നപ്പോ തന്നെ ടീച്ചർമാർ ടോപ്പിക് അങ്ങനെ പറഞ്ഞു തുടങ്ങുകയല്ല. എന്തെങ്കിലുമൊക്കെ ചില ഇന്ററാക്ഷൻസ് ആദ്യം നടത്തും, അതിനുശേഷം ആയിരിക്കും അവര് പറയാ. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉള്ളവർ ഞാൻ പറഞ്ഞു അത് എല്ലാ ടീച്ചേഴ്സിനോട് നിങ്ങൾ ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിക്കരുത്, എന്നോട് തന്നെ ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ അവിടെ പറഞ്ഞു കേട്ടോ. ഏതിലെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ അതിനുള്ള കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്തതാണ്. അത് കാണാത്തവരായിരിക്കും വീണ്ടും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് എക്സാം എപ്പോഴാ, അതെപ്പോഴാ, ഇതെപ്പോഴാ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ. അത് ജസ്റ്റ് നിങ്ങൾ അത് കൃത്യമായിട്ട് എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കി കാണാം. എല്ലാവരും സൈലന്റ് ആയിരുന്നപ്പോ ഞാൻ മാത്രമാണ് സംസാരിച്ചത്. അവിടെ ഡിസ്റ്റർബൻസ് ഇല്ല. എല്ലാവരും വൃത്തിയായിട്ട് എല്ലാവരും സൈലന്റ് ചെയ്ത് ആയിട്ട് ഇരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് വൃത്തിയായിട്ട് കേൾക്കാനും പറ്റും. അല്ലെങ്കിൽ എന്താ പറയുക എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും. പറയുന്നതൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ പറയുന്നത് ഞാനും പറയുന്നത് കൂടി ക്ലാഷ് ആയിട്ട് ഒന്നും ക്ലിയർ ആവില്ല. പക്ഷെ എല്ലാവരും വളരെ നല്ല ആളുകളായിട്ട് എല്ലാവരും നല്ല സൈലന്റ് ആയിട്ട് ഒബീഡിയന്റ് ആയിട്ട് ഇതൊക്കെ കേട്ടിരുന്നവരാണ്. അതുകൊണ്ട് ക്ലാസ്സുകൾ ഇനിയും ലൈവ് ക്ലാസ്സുകളിൽ കയറുന്നവര് അതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് ചോദിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടി അവിടെ ഉണ്ടോന്നൊന്ന് ജസ്റ്റ് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ചോദിക്കാം. പറയട്ടെ അതിനു മുമ്പ്. കാരണം പറയുന്നതിന് ഏറ്റവും വലിയ കാരണം
ആണ്, അല്ലെങ്കിൽ എന്റെ ക്ലാസ് നീങ്ങില്ല. ഞാനിങ്ങനെ വന്ന് ഓരോരുത്തരുടെ സംശയം തീർത്തിരുമ്പോ എനിക്കും ഉണ്ട് ടോപ്പിക്സ് എടുക്കാനായിട്ട്. ബിക്കോസ് എന്റെ ചാപ്റ്റേഴ്സും കുറച്ച് ലെങ്തിയുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ടീച്ചേഴ്സിന് വേണ്ടി എല്ലാവരും നോട്ട്ബുക്കുകൾ കരുതിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരുടെയും കൂടി കൂട്ടിക്കുഴച്ച് അവിയലോ സാമ്പാറോ പരുവത്തിൽ എഴുതി വെക്കരുത്. ഓരോ ടീച്ചേഴ്സിനും ഞാൻ പറഞ്ഞിരുന്നു 3, 4, 5 ബുക്കുകൾ നിങ്ങൾ കീപ്പ് ചെയ്യുക. ടീച്ചേഴ്സിന്റെ പേര് എഴുതി കീപ്പ് ചെയ്യുക. എന്റെ പേര് ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടാവുന്നാവോ? പേര് ഓർമ്മയുണ്ടോ? ഒരു നോട്ട്ബുക്ക് കീപ്പ് ചെയ്യുക. നമ്മൾ എടുക്കുന്ന എന്റെ മുഖം കാണുമ്പോ വേഗം പോയി എന്റെ നോട്ട്ബുക്ക് എടുത്തിട്ട് വരാം. ഇപ്പൊ ആക്സിഡന്റലി ചില ടീച്ചേഴ്സ് ലീവ് ആണെങ്കിൽ ചിലവര് മാറിക്കേറും. അപ്പൊ അവരുടെ മുഖം കാണുമ്പോൾ നിങ്ങൾ 1-2 ക്ലാസ് കഴിയുമ്പോൾ യു ക്യാൻ ഐഡന്റിഫൈ ഹു ഇസ് ദാറ്റ്, ആരാണെന്ന് നിങ്ങൾക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് യു ഹാവ് ടു ടേക്ക് ദ നോട്ട്ബുക്സ് ആൻഡ് ബി റെഡി ഫോർ ദ ക്ലാസ്. ഓക്കെ, അതല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ LKG കുട്ടികളോട് പറയുന്ന പോലെ, കണ്ടാ ഞാനല്ലേ പഠിപ്പിക്കാൻ വന്ന, നിങ്ങൾ എന്റെ വിഷയത്തിന്റെ നോട്ട് എടുത്തോട്ട് വാ എന്നൊക്കെ നമ്മളിങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മളുടെ അടുത്ത് തന്നെ, നമ്മൾ പഠിക്കാനിരിക്കുന്നതിന്റെ അടുത്തായിരിക്കുമല്ലോ നമ്മുടെ നോട്ട്സും മറ്റു ബുക്കുകളൊക്കെ കീപ്പ് ചെയ്തിരിക്കുക. അപ്പൊ ഓടിപ്പോയിട്ട് അത് എടുത്തിട്ട് വരാം. അതർവൈസ് നമ്മുടെ സമയം പോകും. അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യാം. കുറെയൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ എല്ലാം ഈ ഡൗട്ട്ഫുൾ ഐസിനോടെ, അതായത് സംശയമായിട്ടുള്ള കണ്ണുകളോടെ നോക്കുമ്പോഴാണ് എല്ലാം നമുക്ക് അങ്ങനെയാവോ ഇങ്ങനെയാവോ എന്നൊക്കെ പറഞ്ഞ് ഡൗട്ട്ഫുൾ ആകുമ്പോഴാണ് എല്ലാത്തിനും ഒരു എന്താ പറയാ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം വരും. ഞാൻ പറഞ്ഞു, നെഗറ്റീവ് ഫീലിംഗ് കുറെ നമുക്ക് മാറ്റി വെക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട്. Now you can see as given in the screen. നിങ്ങളുടെ സ്ക്രീനിൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. The chapter is different departments in a hospital. അപ്പൊ കാണുന്നുണ്ടോ? ഷെയർ ചെയ്തിരിക്കുന്ന സ്ക്രീൻ കാണുന്നുണ്ടോ? Yes, ma'am. Yes. So our chapter is different departments in a hospital. ഹോസ്പിറ്റലിലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. See, നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ എല്ലാവരും പോകുന്നവരാണ് അല്ലെ, ഫോർ അവർ ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ്. നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റൽസിലേക്കൊക്കെ പോകുന്നുണ്ട്. സോ ഇനി ഹോസ്പിറ്റൽസിലേക്ക് പോകുമ്പോഴും നമ്മൾ എന്താ പറയാ, നമ്മൾ അധികം നേരം ഒന്നും അവിടെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ല. അവിടെ പോകുക, ടേക്ക് ദ ട്രീറ്റ്മെന്റ്, ഡോക്ടറെ കാണുക, മരുന്ന് വാങ്ങിക്കുക, വീട്ടിൽ പോരുക. അത്രേ നമ്മൾ ചെയ്യാറുള്ളൂ. We may not have all these departments. എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഒരു ഹോസ്പിറ്റലിനകത്ത് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊന്നും എല്ലാവർക്കും അറിവുണ്ടാവില്ല. കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും. ചില കാര്യങ്ങളെ കുറിച്ച് ഒത്തിരി വൈഡായിട്ട് അറിയുന്നവരുണ്ടാകും, ഒന്നിനെ കുറിച്ചും അറിയില്ലാത്തവരും ഉണ്ടായിരിക്കും. വെറുതെ ആശുപത്രിയിൽ മരുന്നിന് പോയ ആ ഒരു പരിചയം മാത്രമേ ചിലർക്ക് ഉണ്ടാവുള്ളൂ. സോ ഓൾ ദീസ് തിങ്സ് വിൽ ബി, നമ്മളിവിടെ എല്ലാം തന്നെ എന്തൊക്കെയാണ് എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നമ്മളിവിടെ ഷെയർ ചെയ്യാം. So our first chapter is different departments in a hospital. അല്ലെങ്കിൽ hospital departments ആണ്. See, in a hospital there are different departments and these departments are broadly classified into 3. ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. അത്രയും വലിയൊരു ഓർഗനൈസേഷൻ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ചെറുതല്ല, ഒരു വലിയ ഓർഗനൈസേഷൻ ആണ്. അതിനകത്ത് ഒത്തിരി സ്റ്റാഫുകളുണ്ട്. നഴ്സിംഗ് സ്റ്റാഫ്, വർക്കേഴ്സ്, എംപ്ലോയീസ്, ദെൻ ഡോക്ടേഴ്സ്, അങ്ങനെ ഒത്തിരി ടെക്നീഷ്യൻസ്, ഒത്തിരി ആളുകളുള്ള ഒരു വലിയ ഓർഗനൈസേഷൻ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ആൻഡ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഈസ് ഡിവൈഡഡ് മെയിൻലി ഇൻടു 3. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിന്റെ ഈ വലിയ ഓർഗനൈസേഷൻ ആയ ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ ബ്രോഡ്ലി അതിന്റെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിന്റെ ബേസിസിൽ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 3. 3 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വിച്ച് ഈസ് നോൺ ആസ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സെക്കൻഡ് വൺ ഈസ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദ തേർഡ് വൺ ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഹോസ്പിറ്റലിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റുകളും എന്ത് രീതിയിലുള്ള സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിന്റെ ബേസിസിലാണ് ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻസ് കൊടുത്തിരിക്കുന്നത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ആസ് ദ നെയിം സേസ്, ആ പറയുന്നത് പോലെ തന്നെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നമുക്കറിയാം ഇറ്റ് വിൽ ബി റിലേറ്റഡ് ടു സം എന്താ പറയാ ട്രീറ്റ്മെന്റ്. നമ്മളുടെ ട്രീറ്റ്മെന്റുമായിട്ട് നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് ചെല്ലുന്നത്. ഫോർ ദാറ്റ് പർപ്പസ് നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെല്ലുമ്പോൾ there will be that medical department will be classified into 2. രണ്ടായിട്ട് അവിടെ തരംതിരിച്ചിട്ടുണ്ട്. That the first one is OPD and the second one is IPD. ഒന്നാമത്തേത് OPD യും രണ്ടാമത്തേത് IPD. And what do you know by this OPD and IPD? എന്തായിരിക്കും ഈ OPD യും IPD യും? നമ്മൾ സാധാരണ പോകുന്നവരല്ലേ ഹോസ്പിറ്റൽസിൽ, എന്തായിരിക്കും അത്? ജസ്ന ഒന്ന് പറയാമോ? ജസ്ന, please reply those who are asking. Outpatient.
ജസ്ന ഉണ്ടോ അവിടെ? ഇല്ല, ചില ആൾക്കാർ ഇവിടെ ഉണ്ട്. ഒന്ന് പറയാമോ? OPD എന്ന് കേട്ടിട്ടുണ്ടോ ജസ്ന? ഡിപ്പാർട്ട്മെന്റ് OP department. OP department. What is the full form of this? Yes, outpatient department ആണ്. Outpatient department ആണ്. ഞാൻ പറയുമ്പോ അപ്പൊ തന്നെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ അപ്പൊ തന്നെ മ്യൂട്ട് ചെയ്യാം. ഡാൻസ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ മ്യൂട്ട് ചെയ്തേക്കാം, അല്ലെങ്കിൽ പറ്റില്ല. ഓക്കെ, ദെൻ IPD ഉണ്ട് അതുപോലെ തന്നെ. IPD. സോ വാട്ട് വിൽ ബി IPD? സുനീറ. ഇൻപേഷ്യന്റ് ഇല്ല, ആളില്ല. ഷിജിന. Inpatient department. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇൻപേഷ്യന്റ്, അതിന്റെ ആ പേര് നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ OPD, ഔട്ട്, ഫോർ ഔട്ട്, ദെൻ പേഷ്യന്റിന് വേണ്ടിയിട്ടാണ് P, ഡിപ്പാർട്ട്മെന്റിന്റെ D, OPD, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ആൻഡ് IPD, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അവിടെ ജസ്റ്റ് നിങ്ങൾ വേണമെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ പ്രിന്റിലോട്ട് നിങ്ങൾ ഇപ്പൊ എടുത്തിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. ബിക്കോസ് നമ്മളിപ്പോ വന്നപ്പോഴാണ് ഏത് ചാപ്റ്റർ ഞാൻ എടുക്കാൻ പോണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാനിവിടെ തല്ലാനോ വഴക്കുറയൊന്നും തോന്നുന്നില്ല. നിങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ നോട്ടില് ലാസ്റ്റ് നിങ്ങളൊന്ന് എഴുതി വെച്ചാൽ മതി ഞാൻ പറയുമ്പോ. Okay, so medical department is classified. Medical department, what type of treatment should be provided to the patients? On that basis, medical department is divided into OPD and IPD. അവിടെ കിടത്തി അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കണമോ, അല്ലെങ്കിൽ എന്താ പറയാ മെഡിസിൻ കൊടുത്ത് കൺസൾട്ടേഷൻ ഒക്കെ കഴിഞ്ഞ് മെഡിസിൻ ഒക്കെ വാങ്ങിച്ച് വീട്ടിൽ പോകാമോ, അന്ന് തന്നെ അപ്പൊ തന്നെ പോകാമോ എന്നുള്ള രീതിയിലാണെങ്കിൽ അത്തരം ആ ഒരു സിറ്റുവേഷൻസിന് അത്തരം അതിന്റെ അടിസ്ഥാനത്തിലാണ് OPD-യും IPD-യുമായിട്ട് നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിനകത്ത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്നതാണ് OPD-യും IPD-യും. ജസ്റ്റ് ബൈ ദ നെയിം നിങ്ങളതൊന്ന് അറിഞ്ഞിരിക്കുക. ബിക്കോസ് ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പോകെ ഓരോ ചാപ്റ്റർ വൈസോ അല്ലെങ്കിൽ ഓരോ ടോപ്പിക് വൈസോ ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ജസ്റ്റ് ഇപ്പൊ അതറിയുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ഓൺലി ദിസ് ബോക്സ്, ഈ ബോക്സിനകത്ത് ആ ക്ലാസിഫിക്കേഷൻസ് വളരെ വൃത്തിയായിട്ടും ക്ലിയർ ആയി മനസ്സിലാകാനുള്ള രീതിയിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, then the next one is supportive department. Supportive department means the hospital has to be supported by for their treatment. ഇവര് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾക്ക് പലതരത്തിലുള്ള സപ്പോർട്ട് വേണം. ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് OPD-യിലും IPD-യിലുമാണ്. പേഷ്യൻസിന് OP വിഭാഗത്തിൽ ഒന്ന് ചീട്ടെടുക്കുന്നു, എന്താ പറയാ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നു. ആൻഡ് വി ആർ ഗോയിങ് ഫോർ ദ കൺസൾട്ടേഷൻ. ഡോക്ടേഴ്സ് വിൽ പ്രിസ്ക്രൈബ് സം മെഡിസിൻസ് ഓർ സം ഇൻസ്ട്രക്ഷൻസ് ഓർ സം അഡ്വൈസസ് ഓർ ഇൻഫർമേഷൻസ് അവർ നമുക്ക് തരും. ആൻഡ് വി ഹാവ് ടു ടേക്ക് ദാറ്റ് അക്കോർഡിംഗ് ടു ദാറ്റ് വി ഹാവ് ടു ടേക്ക് ദ മെഡിസിൻസ് ഫ്രം ദ ഫാർമസി ആൻഡ് വി ഹാവ് ടു ലീവ് ദ ഹോസ്പിറ്റൽ ആഫ്റ്റർ ഓൾ ദീസ് പ്രൊസീജിയേഴ്സ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകുന്നു. മരുന്ന് ആ കോഴ്സ് നമ്മൾ അതനുസരിച്ച് ഡോക്ടേഴ്സ് പറയുന്ന രീതിയിൽ നമ്മൾ കഴിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, then IPD അങ്ങനെയല്ല. നമ്മൾ ആഫ്റ്റർ കൺസൾട്ടിങ് ദ ഡോക്ടർ, ഇഫ് ദ ഇൽനെസ് ഓർ ഡിസീസസ് ഈസ് സോ സീരിയസ്, കുറച്ചുകൂടി എന്താ പറയാ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റ് ആയിട്ട് ഹാവ് ടു ബി ചെക്ക്, ഡോക്ടേഴ്സിനെ ചെക്ക് ചെയ്യണം. ഓർ ഇടയ്ക്കിടയ്ക്ക് ദേ ഹാവ് ടു ഗിവ് സം ഇഞ്ചക്ഷൻസ് ഓർ മെഡിസിൻസ് റെഗുലർലി. ഒരു ദിവസത്തിൽ തന്നെ പല പ്രാവശ്യം ഇഞ്ചക്ഷൻസ് കൊടുക്കോ അല്ലെങ്കിൽ മെഡിസിൻസോ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, or whether they have to identify or diagnosis what is the illness caused, എന്താണ് രോഗിയുടെ രോഗം എന്ന് മനസ്സിലാകാത്ത അവസ്ഥയിലോ some patients should be admitted in the hospital. ഹോസ്പിറ്റൽസിലെ പേഷ്യൻസിനെ എന്ത് ചെയ്യേണ്ടി വരും? അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ്, what is the method of treatment provide, ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ ഈ രണ്ട് ഇതായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, OPD ആൻഡ് IPD. അടുത്തത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ചികിത്സകൾക്ക് വേണ്ടിയിട്ട് there are some supportive departments. ഇതിനെ സഹായിക്കാൻ പേഷ്യൻസ് വരുന്നു, മരുന്ന് കൊടുക്കുന്നു, പോകുന്നു, അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യുന്നു, അവരുടെ രോഗം മാറുമ്പോൾ പോകുന്നു. ഇത് മാത്രമല്ല, അവിടെ മറ്റു രീതിയിലുള്ള സപ്പോർട്ട്സ് ഈസ് ഗിവൺ. ഒരുപാട് സപ്പോർട്ട് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈസ് കളക്റ്റീവ്ലി നോൺ ആസ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. അവർക്ക് എല്ലാവർക്കും കൂടി നമ്മൾ പറയുന്ന ഒറ്റ പേരാണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ദിസ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഈസ് അഗൈൻ ക്ലാസിഫൈഡ് into 4, which is therapeutic, general, diagnostic ആൻഡ് ഇൻഫോർമേറ്റീവ്. ഈ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ വീണ്ടും 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പേരുകൾ നോക്കുക: തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റ്, ജനറൽ ഡിപ്പാർട്ട്മെന്റ്, ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഇൻഫോർമേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്നിങ്ങനെ 4 ആയിട്ട് വീണ്ടും വെച്ചിട്ടുണ്ട്. വൈ ദിസ് ക്ലാസിഫിക്കേഷൻ? എന്തിനായിരിക്കും ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? Some are related to therapeutic.
ദാറ്റ് മീൻസ് ചികിത്സാപരമായിട്ടുള്ള റിലേറ്റഡ് ടു ഡിസീസസ്, ഈ നമ്മളുടെ രോഗത്തെ ഭേദമാക്കുന്നതിന് വേണ്ടിയിട്ട് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ളതാണ് തെറാപ്യൂട്ടിക്. അപ്പൊ എന്ത് തരത്തില് എങ്ങനെയാണ് എന്ത് ചികിത്സകളൊക്കെ കൊടുക്കണം, ആ രോഗം മാറാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, അതെല്ലാം ഈ പറയുന്ന തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റിലാണ് വരിക. Then comes the general supports given to the hospital as a whole. ആ ഹോസ്പിറ്റലിന് മൊത്തത്തിൽ കൊടുക്കേണ്ട ഒരു സപ്പോർട്ട്, അതാണ് ഈ ജനറൽ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, then diagnostic. Sometimes the doctors or others have to realize what is the problem related to that particular disease. ആ രോഗത്തിന്റെ കാരണം എന്താണ്, അതിന്റെ ബുദ്ധിമുട്ട് എന്താണ് എന്ന് ചിലപ്പോൾ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ദാറ്റ് മീൻസ് സം അതർ പ്രൊസീജിയേഴ്സ് ഷുഡ് ബി ഡൺ. നമ്മളിപ്പോ ഒരു പനിയായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, അവര് എന്താ പറയാ അവരുടെ കഴുത്തിലുള്ള എന്താ പറയാ തെർമോമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുന്നു, പിന്നെ നമ്മളുടെ ഇത് വെച്ചിട്ട് സ്റ്റെതസ്കോപ്പ് വെച്ച് ചെക്ക് ചെയ്ത് നോക്കുന്നു, അങ്ങനെയൊക്കെ നോക്കാം. ഇന്ന് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഒക്കെ ഉണ്ട്. ഭാവിയിലൊന്നും പണ്ടൊക്കെ ആ ഒരു സാധനമുള്ളൂ തെർമോമീറ്റർ, അത് നമ്മളുടെ ടങ്സിന്റെ അടിയിലേക്ക് വെച്ചിട്ട് ആ ഒരു മെർക്കുറി മൂവ് ചെയ്യുന്ന ലെവൽ അനുസരിച്ച് നമുക്ക് എത്ര ടെമ്പറേച്ചർ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അതിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെ വായുവൊക്കെ ഉണ്ട്. കാരണം ഇന്ന് നമുക്കറിയാം ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡിസീസസ് ആർ ഇൻക്രീസിംഗ് ബൈ ഡേ അല്ലെ. ഒരു ദിവസം പലതരത്തിലുള്ള രോഗങ്ങളാണ്. സോ ഇറ്റ് ക്യാൻ ബി ഇൻഫെക്റ്റഡ് ടു അതർ പേഴ്സൺസ് വെരി സൂൺ. പെട്ടെന്ന് തന്നെ ഒരാളിൽ മറ്റൊരാളിലേക്ക് പല രോഗങ്ങളും എന്താ പറയാ പകരാനായിട്ടുള്ള സാധ്യതകൾ, കണ്ടാമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ഓൾ ദീസ് പ്രോബ്ലംസ്, ഇത്തരം സാഹചര്യങ്ങളൊക്കെ കുറച്ചൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പുതിയ ടെക്നോളജീസ് ഇപ്പൊ വായിക്കകത്ത് വെക്കേണ്ട ഇവിടെ എന്താ പറയാ ഇവിടെയൊക്കെ വെച്ചിട്ട് വെല്ലൊക്കെ വെച്ചിട്ടൊക്കെ ചെക്ക് ചെയ്യുന്നതൊക്കെ ഉണ്ട്, ടെമ്പറേച്ചറൊക്കെ. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതൊക്കെ എന്താ പറയാ ചിലപ്പോ നമുക്ക് ഇതിനു കൂടെ അല്ലാതെ they cannot understand വേറെ രീതിയിൽ ഏതെങ്കിലും എന്താ പറയാ ഇത്രയൊക്കെ ചെയ്തിട്ടും they cannot understand what is the disease, എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ some other things have to be done. For that purpose diagnostic department എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഡയഗ്നോസിസ് ചെയ്യുന്ന എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള മറ്റു മാർഗങ്ങൾ ഈ പറയുന്ന സ്റ്റെതസ്കോപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ പനി നോക്കുന്ന യന്ത്രം വെച്ചിട്ടോ അത് നോക്കി, പക്ഷെ എന്നിട്ടും അതിനുള്ള മരുന്നുകൾ കൊടുത്തു. അപ്പൊ നമുക്ക് ആ രോഗം മാറ്റാൻ പറ്റിയില്ല. സോ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇത്രയും പനി ഒരുപാട് കുറെ ദിവസമൊക്കെ മരുന്ന് കഴിച്ചിട്ടൊന്നും മാറുന്നില്ല. പിന്നെ ചെല്ലുമ്പോൾ നമ്മളോട് എന്ത് ചെയ്യും, you have to test the urine or the blood or some other fluids from our body അല്ലെ. നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും ഫ്ലൂയിഡുകൾ എടുത്തിട്ട് അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. സോ ഫോർ ദാറ്റ് പർപ്പസ് അവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. And also another department which is informative, the informations regarding the hospital as a whole and also about the പേഷ്യൻസ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യേണ്ടി വരും, റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പേഷ്യൻസ് ഒരുപാട് പേര് വന്നു പോകുന്നുണ്ടാകും, അവരെ കുറിച്ചുള്ള റെക്കോർഡ്സ് കീപ്പ് ചെയ്യേണ്ടി വരും. Nowadays these things are done using the help of IT അല്ലെ. ഇൻഫോർമേഷൻ ടെക്നോളജി ആണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നത്. അപ്പൊ മെഡിക്കൽ റിസോഴ്സസിനെ റിലേറ്റഡ് ആയിട്ടുള്ളതും എന്താ പറയാ പേഷ്യൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള എന്താ പറയാ കാര്യങ്ങളാണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ നടക്കുക. ഫോർ ദാറ്റ് നമ്മൾ ഇതിനു വേണ്ടി നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഒരു സിസ്റ്റം, ഇതെല്ലാം തന്നെ ഇന്ന് റെക്കോർഡ് ചെയ്യുന്നത് നമ്മുടെ ഏതിലായിരിക്കും, കമ്പ്യൂട്ടർ പോലെയുള്ള ഡിവൈസസിലാണ് ഇന്നതൊക്കെ. അതിന്റെ ഒത്തിരി സ്പേസ് നമുക്ക് എന്താ പറയാ കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഇത് ഫയലുകളായിട്ട് ചെറിയ ഫയലുകളായിട്ട് വി ക്യാൻ സേവ് ഓൾ ദീസ് ഇൻഫോർമേഷൻസിന്റെ കമ്പ്യൂട്ടറിലെ ഫയലുകളായിട്ട് സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി വരുന്ന ഇൻഫോർമേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്തായിരിക്കും, ഫോർ അഡ്മിനിസ്ട്രേറ്റിംഗ് ഈച്ച് ആൻഡ് എവറി ലെവൽസ് ഓഫ് ഹോസ്പിറ്റലിന്റെ പല മേഖലകളിലും ഒരുപാട് മാനേജ്മെന്റുകളും പല കോർഡിനേഷൻസും ഒക്കെ ചെയ്യാനുണ്ടായിരിക്കും. അതിന് വേണ്ടി വരുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഇതിനകത്ത് അഡ്മിനിസ്ട്രേഷൻ, ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ് ഇതൊക്കെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണം. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫിനാൻസ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, ഇതെല്ലാമാണ് ഏതിൽ വരിക, അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനകത്ത് വരിക. ഓക്കെ, നൗ ലെറ്റ്സ് സീ ഈച്ച് ആൻഡ് എവറി വൺ ഇൻഡിവിജ്വലി. നമുക്കിനി ഓരോന്നും എന്താന്ന് നോക്കാം. എന്താണ് അവിടെ ഡൗട്ട്, എന്താ കുഴപ്പം? പറയട്ടെ, ഞാൻ ഇനി അതിന് മറുപടി
സ്ക്രോൾ ചെയ്യാനായിട്ട് നമ്മൾ അടിയിലേക്ക് പോയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഐ എം ഇൻട്രൊഡ്യൂസിങ് ദ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകൾ ഏതാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതില് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് പേഷ്യൻസ് വരുമ്പോ വാട്ട് ഓൾ ട്രീറ്റ്മെന്റ്സ് ഷുഡ് ബി ഗിവൺ, വാട്ട് കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് കൊടുക്കണം, അതിന് വേണ്ടി ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന OPD IPD. OPD IPD എന്താന്ന് മനസ്സിലായല്ലോ. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റുകളെ നമ്മള് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, നിങ്ങളെ പരിചയപ്പെടുത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് അവിടെ കിടക്കുന്ന സാധനം തന്നെ ഞാൻ പറയണേ. അതിനകത്ത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് സെക്കൻഡ് വൺ. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഈസ് അഗൈൻ ക്ലാസിഫൈഡ് ഇൻടു തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇൻഫോർമേറ്റീവ്. ഇതൊക്കെ അതിനകത്തുണ്ടോ? ഞാൻ ഈ പറഞ്ഞ കാര്യം ഇപ്പൊ അതിനകത്തുണ്ടോ? ജനറൽ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞിട്ടുള്ളത് സ്ക്രോൾ ചെയ്തിട്ടില്ല. അത് പറയാം. ഓക്കെ, നമ്മൾ ഇതിനകത്തുനിന്ന് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ളൂ. ആ 4 ജസ്റ്റ് പേര് മാത്രമേ ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് അതിന്റെ പേരുകള്? തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റ്, ജനറൽ ഡിപ്പാർട്ട്മെന്റ്, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇൻഫോർമേറ്റീവ്. എന്തിനാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തതെന്ന് മാത്രമേ ഞാൻ അതിനൊരു ആൻസർ പറഞ്ഞേ. എന്തിനു വേണ്ടിയിട്ടാ? വൈ ദിസ് ക്ലാസിഫിക്കേഷൻ? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ എന്തുകൊണ്ട് ഇങ്ങനെ വീണ്ടും 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു? അതിനാണ് ഞാനൊരു ഉത്തരം പറഞ്ഞത്. കാരണം ഈ പറയുന്ന നമ്മുടെ തെറാപ്യൂട്ടിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ഹീലിംഗ് ദ ഡിസീസസ് ആണ്. ഡിസീസസ് നമുക്ക് എങ്ങനെ ഇല്ലാണ്ടാക്കാൻ പറ്റും, നമ്മൾ കുറയ്ക്കാൻ പറ്റും, ക്യൂർ ചെയ്യാൻ പറ്റും. നമ്മൾ രോഗവുമായിട്ടല്ലേ ഹോസ്പിറ്റൽസിലേക്ക് പോകുക. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് സപ്പോർട്ടീവിനകത്ത് വരുന്ന തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റ് ഹീൽസ് ദ ഡിസീസസ് ഓഫ് ദ പേഷ്യൻസ് ഹു ആർ കമ്മിങ് ടു ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലേക്ക് വരുന്ന രോഗികളുടെ രോഗം മാറ്റുക എന്നുള്ളതാണ് തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റ് ചെയ്യാം. ഇനി ദിസ് തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റ് ഈസ് അഗൈൻ ക്ലാസിഫൈഡ് ഇൻടു 3. അതിനകത്ത് വരുന്ന 3 ക്ലാസിഫിക്കേഷൻസ്. എന്ത്? നമ്മുടെ തെറാപ്യൂട്ടിക്കില് അതാണ് എന്ത്, എങ്ങനെ നമ്മുടെ രോഗത്തെ ഹീൽ ചെയ്യുന്നത്. ഫസ്റ്റ് യു ഹാവ് ടു ഹാവ് ദ മെഡിസിൻ ഫോർ ഇറ്റ്. നമുക്ക് തരുന്ന മെഡിസിൻസ് കഴിക്കണം. അതിന് വേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അതിനകത്തുള്ള ആ തെറാപ്യൂട്ടിക്കിൽ വരുന്നത്. ഏതാ? ഫാർമസി. പിന്നെ അതർ കൈൻഡ് ഓഫ് ഡിസീസസ് വിച്ച് ഇസ് റിലേറ്റഡ് ടു അവർ മസിൽസ് അല്ലെങ്കിൽ ഫിസിക്കൽ ബോഡി. നമ്മുടെ ശരീരത്തിന്റെ കാലിന്, കൈക്ക് അല്ലെങ്കിൽ മസിൽസിന്, എല്ലുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ക്യൂർഡ് ഓർ ഹീൽഡ് ബൈ യൂസിങ് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഫിസിയോ. അതായത് ഹീലിംഗ് ഓഫ് ഡിസീസസ്, രോഗത്തിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്, അസുഖം ഭേദമാക്കാൻ വേണ്ടി വരുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ് ഈ തെറാപ്യൂട്ടിക്കിന്റെ കീഴിൽ വരുന്നത് അല്ലെങ്കിൽ അതിനകത്ത് വരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഫാർമസി അത് ഹീലിംഗുമായിട്ട് റിലേറ്റഡ് ആണ്. ഫിസിയോതെറാപ്പി അതും ഹീലിംഗ് ഓഫ് ഡിസീസസുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മുടെ രോഗം ഭേദമാക്കാൻ വേണ്ടി വരുന്നതാണത്. എല്ലാ രോഗത്തിനും ഫിസിയോതെറാപ്പി വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, അങ്ങനെയും വരാം. അതൊക്കെ ഇതിനകത്ത് വരുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ദെൻ ഡയറ്ററ്റിക്സ് ആണ്. ഡയറ്ററ്റിക്സ് എന്താണ്? റിലേറ്റിംഗ് ടു അവർ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ടത്. ഇപ്പൊ ഡയറ്റീഷ്യൻസ് ചില പ്ലാൻസ് ഒക്കെ കൊടുക്കും. അതായത് ചില രോഗങ്ങളൊക്കെ ഭേദമാക്കണമെങ്കിൽ ഇപ്പൊ ഷുഗർ പേഷ്യൻസിന് അല്ലെങ്കിൽ ഒത്തിരി കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഇവർക്ക് ദേ ഹാവ് ടു ബി ഗിവൺ സം ഇൻസ്ട്രക്ഷൻസ് റിഗാർഡിംഗ് ദയർ ഡയറ്റ്. അവരുടെ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് ഇവർ കൊടുക്കും. അപ്പൊ അത് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. അതും രോഗം ഭേദമാകുന്നതിന്റെ ഒരു കാര്യമാണ്. രോഗം ഭേദമാക്കാനുള്ള ഒരു കാര്യമാണ്. നമ്മൾ വെറുതെ മരുന്ന് മാത്രം കഴിച്ചുകൊണ്ട് അവർ ഡിസീസസ് വിൽ നോട്ട് ബി ഹീൽഡ്. നമ്മുടെ രോഗങ്ങൾ ഭേദമാകുന്നില്ല. വി ഹാവ് ടു ഫോളോ ഈച്ച് ആൻഡ് എവറി ഇൻസ്ട്രക്ഷൻസ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഫിസിഷ്യൻ ഓർ ദ സ്പെഷ്യലിസ്റ്റ്. അവര് പ്രൊവൈഡ് ചെയ്യുന്ന എന്താ പറയാ കാര്യങ്ങൾ, അവര് സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അവർ തരുന്ന മരുന്നുകൾ എല്ലാം ഫോളോ ചെയ്യണം. അവര് നമുക്ക് ചില ഇൻഫോർമേഷൻസോ ചില സജഷൻസോ ചിലതൊക്കെ അവോയ്ഡ് ചെയ്യാനോ ഒക്കെ പറയുമ്പോൾ അതൊന്നും ചെയ്യില്ല. മരുന്ന് മാത്രം കഴിച്ചതുകൊണ്ട് രോഗം മാറില്ല. ഷുഗർ പേഷ്യൻസ് രോഗവുമായിട്ട് എന്താ പറയാ ഷുഗർ ആണ്, ഭയങ്കര ഹൈ ഷുഗർ ആണ് എന്നൊക്കെ പറഞ്ഞ് പേഷ്യൻസിനെ ചെക്ക് ചെയ്തു. ഡോക്ടേഴ്സ് കണ്ടുപിടിച്ചു അവരുടെ ഷുഗർ ആണ്, ഒത്തിരി ഷുഗർ കണ്ടന്റ് ഉണ്ട് ബ്ലഡിനകത്ത്. സോ യു ഹാവ് ടു റെഡ്യൂസ് ഇറ്റ് ബൈ ഗിവിംഗ് സം മെഡിസിൻസ്. ദേ ക്യാൻ റെഡ്യൂസ്. ഒരു പരിധി വരെ മരുന്ന് കൊടുത്ത് മാറ്റാൻ പറ്റും. പക്ഷെ എല്ലാം തന്നെ പൂർണ്ണമായിട്ട് മാറില്ല. കാരണം അഗെയിൻ ആൻഡ് അഗെയിൻ വി ആർ യൂസിങ്, ഇഫ് യു ആർ യൂസിങ് സച്ച് ഷുഗർ കണ്ടന്റ് ആയിട്ടുള്ള ഫുഡൊക്കെയാണ് നമ്മൾ ഒരുപാട് കഴിക്കുന്നെങ്കിൽ, ഉദാഹരണം ഷുഗർ പേഷ്യൻസിനോട് ഡോക്ടേഴ്സ് ആദ്യം പറയുന്ന കാര്യം കുറച്ച് ചോറിന്റെ അളവ് കുറയ്ക്കണം. ഈ കപ്പ അങ്ങനെയുള്ള പൊട്ടറ്റോസ് അങ്ങനെയുള്ള അത്തരം സാധനങ്ങളുടെ അളവുകൾ കുറയ്ക്കണം. ആഫ്റ്റർ ഓൾ ഷുഗർ കുറെ കുറയ്ക്കണം, ചായയൊക്കെ കൂടി നിർത്തിക്കോ എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ ഇതൊന്നും ചെയ്യാണ്ട് മരുന്ന് മാത്രം കഴിച്ചാൽ പ്യൂർ ആകുമോ, ഹീൽ ചെയ്യാൻ പറ്റുമോ അത്തരം ഡിസീസസ്? ഇല്ല. ഹീലിംഗ് ഓഫ് ഡിസീസസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് തെറാപ്യൂട്ടിക്. അതിനകത്ത് വരുന്നതാണ് ഈ ഹീലിംഗുമായി ബന്ധപ്പെട്ടതാണ് ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയറ്ററ്റിക്സ്. ക്യാൻ യു ഫോളോ മീ നൗ? ഇപ്പൊ പറയുന്നത് മനസ്സിലായോ?
ഇപ്പൊ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങള് എപ്പോഴും ഇങ്ങനെ എന്തായി പറഞ്ഞുകൊണ്ടിരിക്കണേ എന്നുള്ള ആ ഒരു മൈൻഡിലായിരിക്കണേ. ഇവിടെ കിടക്കുന്ന സാധനത്തെ നമ്മൾ അറ്റത്തോട്ട് എത്തിയിട്ടില്ല. ഞാൻ അതിന്റെ അറ്റത്തേക്ക് ജസ്റ്റ് ഓരോ ഡിപ്പാർട്ട്മെന്റും ഏതാണെന്ന് ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നമ്മൾ ഇതിനെ കുറിച്ച് വീണ്ടും വിശദമായിട്ട് ഓരോന്നും പഠിക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓരോ കാര്യങ്ങൾ കുഞ്ഞു കാര്യങ്ങളായിട്ട് ഇവിടെ പറയുന്നുള്ളൂ. ഫാർമസി അറിയാലോ, ഫാർമസി is a place where we can collect our medicines according to our disease. നമുക്ക് മരുന്നുകൾ ഡോക്ടേഴ്സ് കുറിച്ച് തരുമ്പോൾ അതിന് പോയിട്ട് മരുന്നുകൾ വാങ്ങിച്ച് കളക്ട് ചെയ്യാനുള്ള സ്ഥലമാണ് ഫാർമസി എന്ന് പറയുന്നത്. അത്രയും മാത്രം അറിഞ്ഞിരിക്കുക. ഇത് മനസ്സിലായില്ലേ? ഇനി എന്റെ സ്പീഡ് കൂടുതലാണോ? ജസ്റ്റ് somebody is typing that I am so speed. കുറച്ച് സ്പീഡ് കൂടുതലാണ്. Yes, ma'am. ആണോ? ഇപ്പൊ ഇത്രയും പറഞ്ഞതില് ഏത് ഭാഗമാണ് ക്ലിയർ ചെയ്തത്? ഞാനൊന്ന് ജസ്റ്റ് ഇവിടെ ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. ഞാൻ ഇവിടെ ഈ 1 മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, 2 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റില് ഈ ഡയറ്ററ്റിക്സ് വരെ ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളൂ. ആക്ച്വലി ഇത്രയും സമയം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ദാറ്റ് മീൻസ് 12:08 ഓക്കെ, 12:08. ഇത്രയും സ്ഥലത്ത് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞുള്ളൂ. ഇതിൽ എന്തെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ? പറയാം. ഇല്ല. No, ma'am. ഞാൻ ക്ലിയർ ആയിട്ടില്ല. രണ്ടാമത്തെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റില് രണ്ടാമത്തെ അതിൽ തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 3: ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയബറ്റിക്സ്. അത്രയും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മറ്റേത് ജസ്റ്റ് പേര് പറഞ്ഞിട്ടുള്ളൂ. അവിടേക്ക് ഇനി വീണ്ടും വരികയാണ് ഞാൻ. ഇത്രയും പറഞ്ഞതിൽ സ്പീഡാണെന്നാണോ പറയണേ? അപ്പൊ പിന്നെ ഞാൻ ഇനി എന്ത് പഠിപ്പിക്കൂ? കുഴപ്പമില്ലല്ലോ, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ സ്പീഡിലൊന്നും പോയിട്ടില്ല. സ്പീഡിൽ പോകണമെങ്കിൽ ഇപ്പൊ ഞാൻ 2-3 പേജ് തീർത്തേനെ. ഈ ഒറ്റ പേജില് ആ രണ്ടാമത്തെ പോയിന്റ് വിട്ട് ഞാൻ പോന്നിട്ടില്ല കേട്ടോ പിള്ളേരെ. ഓക്കെ, യെസ്. ഇത് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ക്ലിയർ ആവാത്തതല്ല, നമ്മൾ കുറെ പഠിപ്പിച്ചിട്ടില്ല. ആ ഒറ്റ പോയിന്റിലേക്ക് എത്തിയിട്ടുള്ളൂ. അപ്പൊ ഫാർമസി ഈസ് എ പ്ലേസ് വേർ വി ക്യാൻ കളക്ട് അവർ മെഡിസിൻസ് അക്കോർഡിംഗ് ടു അവർ ഡിസീസസ്. അല്ലെ, നമ്മൾ ഫാർമസിയിൽ പോയിട്ട് മരുന്ന് വാങ്ങിക്കുന്നു, അത് കൊണ്ടുപോയി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഡോക്ടേഴ്സ് എഴുതി തരുന്ന മരുന്നുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് പോകുന്നു. Then the second under therapeutic department, therapeutic വരുന്ന അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? ഫിസിയോതെറാപ്പി. ഫിസിയോതെറാപ്പി നമ്മൾ കേട്ടിട്ടുണ്ട്, ചിലരൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. നമ്മുടെ ശരീരത്തിന്റെ ബോഡിയിലെ ഏതെങ്കിലും എല്ലുകൾക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, തേയ്മാനോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, എല്ലിന്റെ ക്ഷയം സംഭവിക്കാം, ബോൺ ഡിസോർഡേഴ്സ് വരിക, അപ്പൊ തേയ്മാനം വരിക, അപ്പൊ കാലൊക്കെ ഭയങ്കരമായിട്ട് വേദനകൾ വരിക, ചിലർക്ക് പാരലൈസ്ഡ് ആയി പോവുക, തളർന്നൊക്കെ പോയിട്ടേ അതിൽ നിന്നൊക്കെ ഒരു ക്യൂർ കൊണ്ടുവരാനായിട്ട് അതൊക്കെ എഴുന്നേപ്പിക്കാനോ നടത്താനോ, അല്ലെങ്കിൽ കാലൊക്കെ കൈയൊക്കെ തളർന്നു പോയിട്ട്, അല്ലെങ്കിൽ മുഖമൊക്കെ ചിലപ്പോഴൊക്കെ ചില അസുഖങ്ങൾ കൊണ്ട് മുഖമൊക്കെ കൂടിപ്പോയി, സ്ട്രോക്ക് ഒക്കെ വരുമ്പോഴേ അപ്പൊ അതൊക്കെ ഒരു വശത്തേക്ക് ആയിപ്പോയി, അതൊക്കെ ക്യൂർ ചെയ്ത് നേരെയാക്കാനും ചില ഫിസിയോതെറാപ്പിയിലൂടെ പറ്റും. അതും ഈ പറയുന്ന തെറാപ്പി, അതൊക്കെ ക്യൂറിംഗ് ആണ്, ഹീലിംഗ് ആണ്, ഡിസീസ് ഹീൽ ചെയ്യാനുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് അതൊക്കെ ഈ തെറാപ്യൂട്ടിക്കിന്റെ കീഴിൽ വന്നത്. അതും ഫിസിയോതെറാപ്പിയും കംസ് അണ്ടർ ദിസ് തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റ്. ദെൻ അടുത്തത് പറയുന്നത് എന്താ? ഡയറ്ററ്റിക്സ് ആണ്. സോ വി ഹാവ് ടു ഫോളോ സം ഡയറ്റ്സ് ടു ക്യൂർ അവർ ഡിസീസ്. ഡയറ്റ് ഫോളോ ചെയ്യാതെ, ഡോക്ടേഴ്സ് പറയുന്നത് പോലെ അവർ പറയുന്ന ഡയറ്റ് ഫോളോ ചെയ്യാതെ നമ്മുടെ രോഗം മാറിയില്ലല്ലോ മരുന്ന് കുറെ കഴിച്ചു എന്നിട്ട് മാറുന്നില്ലല്ലോ എന്ന് പറയാൻ പറ്റില്ല. ഇത് നമ്മൾ ഫോളോ ചെയ്യുന്ന മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ we have to follow the instructions which is given by the physician. അവർ തരുന്ന അപ്പൊ ഡയറ്ററ്റിക്സില് അതായത് ഡയറ്റീഷ്യൻസ് will recommend us to avoid these foods. ഇതൊക്കെ ഒഴിവാക്കണം, ഇന്ന ഫുഡ് ഒത്തിരി കൂടുതൽ കഴിക്കണം, പ്രോട്ടീൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത്, വൈറ്റമിൻസ് കിട്ടുന്നത്, ഒത്തിരി ഫാറ്റി ആണെന്ന് കുറയ്ക്കണം, കൊളസ്ട്രോൾ കണ്ടന്റ് കൂടുതലാണ്, അപ്പൊ ഓയിലി ഐറ്റംസ് കുറയ്ക്കുക, വറുത്ത സാധനങ്ങൾ കഴിക്കാതിരിക്കുക എന്നൊക്കെ അങ്ങനെ ഒത്തിരി ഇൻസ്ട്രക്ഷൻ തരില്ലേ. അതൊക്കെ നമ്മുടെ ഈ രോഗത്തെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ ഹീലിംഗ് ഓഫ് ഡിസീസസ് ഇസ് റിലേറ്റഡ് ടു തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഇറ്റ് ഈസ് ഫാർമസി, ഫിസിയോതെറാപ്പി ആൻഡ് ഡയബറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെയാണ് അതിനെ ആ 3 ആയിട്ട് തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റിനെ എന്ത് ചെയ്തത്? ക്ലാസിഫൈ ചെയ്തത്. ആൻഡ് again this supportive department include general department. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലെ ജനറൽ, പൊതുവായിട്ടുള്ളത്. അത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഓക്കെ, ബിക്കോസ് രോഗം എന്ന് പറയുമ്പോൾ മരുന്ന് കൊടുക്കല്, അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യല്, അങ്ങനെയൊക്കെയാണ്. ഇതല്ല, ഇത് കോമൺ ആയിട്ടൊരു ഹോസ്പിറ്റൽസിൽ വേണ്ട ഡിപ്പാർട്ട്മെന്റുകളാണ്. വിച്ച് ആർ ദേ? ഫസ്റ്റ് വൺ CSSD, next one housekeeping, then kitchen, laundry, security, maintenance and mortuary.
ഇവയാണ് നമ്മുടെ ജനറൽ ഡിപ്പാർട്ട്മെന്റിൽ വരിക. ഓക്കെ, അപ്പൊ ജനറൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഐറ്റംസിനെ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റുകളെ ജസ്റ്റ് ഒന്ന് ആദ്യം തന്നെ വാക്കുകൾ വേർഡ്സ് ഒന്ന് വായിച്ചു നോക്കാം. CSSD, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ, ലോണ്ടറി, സെക്യൂരിറ്റി, മെയിന്റനൻസ് ആൻഡ് മോർച്ചറി. ക്ലിയർ ആണോ? ഓക്കെ, നൗ ലെറ്റ്സ് സീ വിച്ച് ആർ ദേ. എന്തൊക്കെയാണ് ഈ ഓരോ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് CSSD, which is named as Central Sterile Supply Department. മാം പേജ് ഒന്ന് സ്ക്രോൾ ചെയ്യേ. എന്തോ പേജ് സ്ക്രോൾ ചെയ്യേ, അടി താഴെ കാണുന്നില്ല, സെക്യൂരിറ്റി വരെയുള്ള കാണുന്നത്. കാണുന്നുണ്ടല്ലോ, CSSD കാണുന്നില്ലേ? ജനറൽ ഡിപ്പാർട്ട്മെന്റ് സെക്യൂരിറ്റി വരെ കാണുന്നുള്ളൂ. സെക്യൂരിറ്റി വരെ കാണുന്നുള്ളൂ. ആണോ? അതെ, അങ്ങനെ ഇവിടെ കാണുന്നല്ലോ. ശരിയായോ? ശരിയായില്ലേ? ഇല്ല. അപ്പൊ എനിക്ക് കാണില്ലല്ലോ ഇവിടെ ഡിസ്പ്ലേ. ഇപ്പഴോ? ഇല്ല മാം. ആർക്കും കാണുന്നില്ല? ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറഞ്ഞേ. സെക്യൂരിറ്റി വരെ കാണുന്നുള്ളൂ. മാം സെക്യൂരിറ്റി വരെ കാണുന്നുള്ളൂ. ഇപ്പഴോ? ലാസ്റ്റ് പോയിന്റ് കാണുന്നില്ല. ആയിട്ടില്ല. ഇല്ല മാം, സെക്യൂരിറ്റി വരെ കാണുന്നുള്ളൂ ഇപ്പോൾ. ഒരു മിനിറ്റ് ഒന്നുകൂടി ചെയ്ത് നോക്കട്ടെ. ഇപ്പഴോ? ഇല്ല മാം, കാണുന്നില്ല. അവിടെ സ്റ്റക്ക് ആയി നിൽക്കുകയാണോ സെക്യൂരിറ്റി വരെ? അതെ മാം. അതെ അതെ. ഞാൻ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇവിടെ. അപ്പൊ എന്റെ മൂവ് ചെയ്യുന്നുണ്ടല്ലോ. അതുവരെ കാണുന്നുള്ളൂ. സ്ക്രോൾ ആവുന്നില്ല മാം. അതെ, ശരി. ഞാൻ കുഴപ്പമില്ല, തൽക്കാലം ഇപ്പൊ ഞാൻ പറഞ്ഞാൽ മതി, സ്പെല്ലിംഗ് അടക്കം പറഞ്ഞു തന്നാൽ മതി. മാം അത് ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടി ഓൺ ചെയ്ത് നോക്ക്. ഓ, ഞാൻ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ സമയം പോകും വെറുതെ. പറഞ്ഞു പോകും മാഡം, ടൈം പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഞാനിത് കഴിയുമ്പോ ഇതിന്റെ സിസ്റ്റത്തിന്റെ എന്തെങ്കിലും കുഴപ്പമായിരിക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ശരിയാക്കാൻ നോക്കാം. ഓക്കെ, ചിലപ്പോ അതിന്റെ കുഴപ്പമില്ല. നിങ്ങൾ എന്തായാലും ഇന്നിപ്പോ എന്തായാലും എന്താ പറയാ, നിങ്ങളുടെ പ്രിന്റഡ് നോട്ട് എടുക്കുമല്ലോ അല്ലെ? പ്രിന്റ് എടുക്കുമല്ലോ ഇന്ന് തന്നെ എല്ലാവരും. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ഇഫ് ദർ ഈസ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ നെക്സ്റ്റ് ഡേ. ഓക്കെ, അപ്പൊ നമ്മള് എന്താ പറയാ, CSSD ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ജനറൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് CSSD ആണ്. CSSD മീൻസ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ്. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, വാട്ട് വിൽ ബി ഇറ്റ് മെന്റ് ഫോർ? എന്തിനു വേണ്ടിയിട്ടായിരിക്കും സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്? സ്റ്റെറൈൽ ആ ഒരു വേർഡ് അവിടെ കിടക്കണ്ടല്ലോ. എന്തായിരിക്കും ആ ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്ലീനിങ് ആൻഡ് സ്റ്റെറിലൈസേഷൻ ഓഫ് equipment. Okay, cleaning and sterilization of medical equipment. See, we know that many other things which is used for operations, surgeries, procedures. Okay, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി എക്യുപ്മെന്റുകൾ which is small and large, ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള ഒരുപാട് എക്യുപ്മെന്റ്സ്, സിസേഴ്സ് അല്ലെ, എന്താ പറയാ, ഈ സ്കാൽപ്പൽസ്, അതായത് ചെറിയ നൈഫ് ലൈക്ക് ചില എക്യുപ്മെന്റുകളൊക്കെ ഉണ്ട്, അത് സർജറി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ. അപ്പൊ ഒത്തിരി എക്യുപ്മെന്റുകൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. So it has to be used for many patients. ഓരോരുത്തർക്കും ഓരോ പേഷ്യൻസ് സർജറിക്ക് വേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രൊസീജിയേഴ്സ്, അതായത് ഇപ്പൊ സ്റ്റിച്ച് ഇടാനോ മറ്റൊന്നിനൊക്കെ വരുമ്പോൾ ഒരുപാട് പേഷ്യൻസ് ഇങ്ങനെ വന്നു പോയിരിക്കും. So when we are using it for some other persons and again without sterilizing that same particular equipment is used for another person, there will be some kind of infections passing through from one patient to another. അല്ലെ, നമ്മളിത് ഒരാളിന് ഉപയോഗിച്ചു,
എന്നിട്ട് അടുത്ത പേഷ്യന്റ് വന്നു, ആളിലും അതേ എക്യുപ്മെന്റ് തന്നെ ഉപയോഗിച്ചു, നമുക്കറിയില്ല നമുക്കൊക്കെ എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടെന്ന്. സോ ഇറ്റ് ക്യാൻ ബി കണ്ടാമിനേറ്റ്. അത് നമ്മളിൽ മറ്റൊരാളിലേക്ക് ആ രോഗം പകരാനായിട്ട് ഇടയാകാൻ സാധ്യതയുണ്ട്. സോ ബിഫോർ any procedures and after doing any procedure, before we are using for another patient, വേറൊരാൾക്ക് നമ്മൾ അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് it should be sterilized. ഇതെല്ലാം സ്റ്റെറിലൈസ് ചെയ്യണം. സോ അതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റിനെ ഹോസ്പിറ്റലിസ്റ്റ് ആണ് CSSD. ഹോസ്പിറ്റലില് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ CSSD അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കുക. മ്യൂട്ട് ചെയ്യോ ആരത്? ഓക്കെ. അപ്പൊ അതിന്റെ ഫുൾ ഫോം ഒന്നുകൂടെ പറഞ്ഞു. മാഡം അതിന്റെ ഫുൾ ഫോം സെൻട്രൽ പറയാം. ഞാൻ എഴുതിപ്പിക്കാട്ടെ, നിങ്ങളെ കൊണ്ട് നോട്ടിൽ എഴുതിപ്പിക്കാം. ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. ലാസ്റ്റ് ഒരു 10 മിനിറ്റ് ഒരു 5 മിനിറ്റ് തരേണ്ടി വരും. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ആ ഒരു പേജ് തീർക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾ എനിക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റില്ലെന്നോ സ്പീഡ് കൂടി ഞാൻ ഇടയിൽ കയറി നിർത്തി പറയേണ്ടി വന്നതാണ്. എന്റെ സമയം കുറച്ച് കൂടുതൽ പോയി. ഓക്കെ. അപ്പൊ CSSD എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ എന്താ പറയാ, ചില നമ്മുടെ പുറത്തൊക്കെ ഇല്ലേ, ഇത് ബ്രോഡൊക്കെ അവിടെയൊക്കെയുള്ള ഹോസ്പിറ്റൽസിലെ ഏകദേശം ഒരു ഹോസ്പിറ്റൽസിന്റെ തന്നെ അത്രയും വലിപ്പമുള്ള എന്തുണ്ട്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതായത് ഓട്ടോമാറ്റിക്കലി ദീസ് എക്യുപ്മെന്റ്സ് ക്യാൻ ബി ക്ലീൻഡ്. ഇത് ഒരു മെഷീൻ ആണ്. ഒരു മെഷീൻ പോലെ ഒരു എന്താ പറയാ, ഇതിനെ കുറിച്ച് കൂടുതൽ വലിയ ചാപ്റ്റർ തന്നെ ഉണ്ട് പഠിക്കാനായിട്ട്. നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ CSSD അടിച്ചു കൊടുത്താൽ മതി. യു ക്യാൻ സീ ദാറ്റ്. ഇത് പുറത്തെ ഒരു ഇതായിരിക്കും നമുക്ക് കാണാം വീഡിയോ ആയിട്ട്. അവിടെ എന്താ പറയാ, ഡിപ്പാർട്ട്മെന്റ്, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള ജോലിക്കാര്, എംപ്ലോയീസ് അണ്ടർ ദിസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് ഡിപ്പാർട്ട്മെന്റ്, അവർ ആരൊക്കെയാണോ അവര് ദേ വിൽ കളക്ട് ഓൾ ദീസ് എക്യുപ്മെന്റ്സ് ഫ്രം ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ പോയി ഇത്തരം എക്യുപ്മെന്റുകൾ അത് കളക്ട് ചെയ്യും. ആൻഡ് ദേ വിൽ ബ്രിങ് ഇറ്റ് ടു ദ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരും. അത് ഒരു എന്താ പറയുക, ഒരു വലിയൊരു റാക്ക് പോലെയാണ്. ഒരു സ്ഥലത്ത് അത് പ്ലേസ് ചെയ്യുന്നു, തരം തിരിച്ച് സോർട്ട് ചെയ്ത്, ഇത് ചെറിയ ചെറുതും വലുതും ഒക്കെ അങ്ങനെ ഇങ്ങനെ സോർട്ട് ചെയ്ത് ഒരു എന്താ പറയാ ഒരു ഇതിൽ വെക്കും. അവര് അതൊരു എന്താ പറയാ ട്രെയിലോ ഒക്കെ വെക്കും. എന്നിട്ട് ദീസ് ട്രെയിൽസ് വിൽ ബി പ്ലേസ്ഡ് ഓൺ ദ എൻട്രൻസ് ഓഫ് ദിസ് CSSD. ഈ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിന്റെ എൻട്രൻസ് പോലെയുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ കൊടുത്ത് ഇത് കൃത്യമായിട്ട് സോർട്ട് ചെയ്തൊക്കെ പ്ലേസ് ചെയ്യും. ദെൻ ആഫ്റ്റർ ദാറ്റ് ദേ വിൽ ക്ലോസ് ദാറ്റ് പർട്ടിക്കുലർ എൻട്രൻസ് ഡോർ. അതിന്റെ എൻട്രൻസ് അങ്ങനെ എന്താ പറയുക ഒരു ക്യാബിൻ പോലെ. എന്നിട്ട് അതിങ്ങനെ അടച്ചു കഴിയുമ്പോൾ അത് ഇങ്ങനെ ഗോ ത്രൂ ചെയ്ത് അതിന്റെ ക്ലീനിങ്ങും അതുപോലെ തന്നെ സ്റ്റെറിലൈസ് ചെയ്യും. ചൂടുവെള്ളത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ മുക്കി അല്ലെങ്കിൽ കഴുകിയോ അതൊരു ഓട്ടോമാറ്റിക് മെഷീൻ പോലെ. ആൻഡ് ദെർ വിൽ ബി എ ഡോർ ഫോർ എക്സിറ്റ്. അവിടെ കൂടി കടന്നു വരും. അത് ആ ഒരു പ്രൊസീജിയർ നടത്താൻ വേണ്ടിയിട്ടുള്ളത്. വലിയ വലിയ ഹോസ്പിറ്റൽസിലൊക്കെ, ചെറിയ ഹോസ്പിറ്റൽസിൽ അത് അതിൻ്റെതായ രീതിയിൽ അവർ അവരുടേതായ സ്റ്റെറിലൈസിങ് വാട്ടർ ഉപയോഗിച്ച് ദേ വിൽ സ്റ്റെറിലൈസ് ദാറ്റ് പർട്ടിക്കുലർ എക്യുപ്മെന്റുകളൊക്കെ അവരെ സ്റ്റെറിലൈസ് ചെയ്യാം. അപ്പൊ വലിയ വലിയ ഇൻസ്ട്രുമെന്റുകളാകുമ്പോൾ ഒത്തിരി പ്രൊസീജിയേഴ്സ് ഡെയിലി നടക്കുന്ന ഹോസ്പിറ്റൽസിലാണെങ്കിൽ അത്തരം മെഷീൻസ് തന്നെ ആവശ്യമുണ്ട്. സോ അത് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ഓട്ടോമാറ്റിക് ഒരു മെഷീൻ ആണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത. അപ്പൊ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആർ റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് ഓർ ഫോർ കളക്ടിങ് ഓൾ ദീസ് എക്യുപ്മെന്റ്സ് ആൻഡ് ആഫ്റ്റർ സ്റ്റെറിലൈസിംഗ് ഓൾ ദീസ് എക്യുപ്മെന്റ്സ് ദേ ഹാവ് ടു ട്രാൻസ്ഫർ ടു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്സ്. എവിടെ നിന്നൊക്കെയാണ് കളക്ട് ചെയ്ത് ഈ സ്റ്റെറിലൈസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ അത് തിരിച്ച് അവിടേക്ക് എത്തിക്കണമെന്നുള്ളതും അവരുടെ റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഇതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നതൊക്കെ ഒന്നും ചീത്തയാകാതെ എന്താ പറയാ അതൊക്കെ മിസ്സാകാതെ ഇതിനൊന്നും കേടുപാടുകൾ വരാതെ അതൊക്കെ കൃത്യമായിട്ട് സ്റ്റെറിലൈസേഷന് ശേഷം എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്ത് അതായത് ഡിപ്പാർട്ട്മെന്റ് എവിടെയൊക്കെയാണോ കളക്ട് ചെയ്ത് അവിടേക്കൊക്കെ തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുക. ക്ലിയർ ആണോ പറഞ്ഞതിന്റെ അത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലായെങ്കിൽ ഓക്കെ. ഹൗസ് കീപ്പിംഗ്. നമ്മളും വീട്ടമ്മമാരാണ്, വീടുകളിലൊക്കെ ഒത്തിരി ജോലികൾ ചെയ്യുന്നവരാണ് അല്ലെ. അപ്പൊ നമുക്ക് ഹൗസ് കീപ്പിംഗ് എന്താണെന്ന് നമ്മൾ ജസ്റ്റ് എന്തായാലും അല്ലെ. എന്തോ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞുതരാം. ലാസ്റ്റ് പറയാം. ഞാൻ പറഞ്ഞല്ലോ ഒരു 5 മിനിറ്റ് എനിക്ക് ലാസ്റ്റ് ഞാൻ പറയാൻ തരാമെന്ന് പറഞ്ഞു. അത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയട്ടെ എന്താണ് ആ ഡിപ്പാർട്ട്മെന്റ്. ജസ്റ്റ് ഞാനൊന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ.
അപ്പൊ എന്താണ് ഹൗസ് കീപ്പിംഗ്. അപ്പൊ ടു കീപ് അവർ ഹൗസ് ക്ലീൻ അല്ലെ, നമ്മുടെ വീടൊക്കെ ആണെങ്കിൽ നമ്മൾ വീടൊക്കെ എപ്പോഴും ക്ലീൻ ആക്കുക. നമ്മൾ രാവിലെയൊക്കെ ബെഡിൽ നിന്നൊക്കെ എഴുന്നേറ്റ് പോരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം, രാത്രിയും കിടക്കാനുള്ള അവിടെ കിടക്കട്ടെ, ചുരുട്ടിക്കുട്ടി അവിടെ ഇവിടെയൊക്കെ ഇട്ട് പില്ലോസ് ഒക്കെ അലസമായിട്ടൊക്കെ ഇട്ടിട്ടാണ് പോരുക അല്ല. ബിഫോർ എന്താ പറയാ, നമ്മൾ ലിവിംഗ് ദ റൂം, നമ്മള് റൂം വിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ വിൽ ജസ്റ്റ് എന്താ പറയാ കീപ് അവർ ബെഡ് ക്ലീൻ ആൻഡ് നീറ്റ് അല്ലെ, അതൊക്കെ കൃത്യമായിട്ട് ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് വെക്കാം. അപ്പൊ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹോസ്പിറ്റൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ കീപ്പിംഗ് ഓൾ ദീസ് ബെഡ്സ് ഓർ വാട്ട് എവർ തിങ്സ് മേ ബി. അവിടെയുള്ള കാര്യങ്ങളൊക്കെ ടേബിളൊക്കെ ആണെങ്കിലോ ഡോക്ടേഴ്സിന്റെ ടേബിളോ അങ്ങനെയൊക്കെ ആണെങ്കിലോ അതൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി പേഷ്യൻസിന്റെ എന്താ പറയാ ബെഡുകളൊക്കെ അറേഞ്ച് ചെയ്യുക, ബെഡ് സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. ലോണ്ടറി അല്ലാണ്ട് ഉദ്ദേശിക്കുന്നത് കഴുകണ കാര്യമല്ല പറഞ്ഞ് അതൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുക. തന്നെ പേഷ്യന്റ് ഈസ് അഡ്മിറ്റഡ്, ദേ ഹാവ് ടു ബി പ്രൊവൈഡഡ് എ നീറ്റ് ആൻഡ് ക്ലീൻ റൂം. ബെഡ് ഉൾപ്പെടെ റൂമൊക്കെ ക്ലീൻ ആയിട്ടുള്ളത് തന്നെയാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ക്ലീൻ ആണോ, അതൊക്കെ പ്രോപ്പർ ആയിട്ട് ഇട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അതാണ്. നെക്സ്റ്റ് വൺ കിച്ചൺ ആണ്. കിച്ചൺ ഓർ ക്യാൻറ്റീൻ എന്ന് പറയുന്നത് നമുക്ക് പറയാം the food which is supplied to the patients, family members or relatives who are those who are coming to the hospital. ഒരു ഹോസ്പിറ്റലിലെ പേഷ്യൻസും അതുപോലെ അവരെ കൊണ്ടുവരുന്ന ഫാമിലി മെമ്പേഴ്സോ റിലേറ്റീവ്സോ അല്ലെങ്കിൽ എന്താ പറയാ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇവർക്കൊക്കെ വേണ്ട ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലമാണ് ക്യാൻറ്റീനിൽ. ക്യാൻറ്റീനിൽ ഇഷ്ടമുണ്ടെങ്കിൽ പോയി കഴിച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ മിക്ക ഹോസ്പിറ്റൽസിലും എന്താ പറയാ ഈ എന്താ പറയാ നേച്ചർ ഫ്രണ്ട്ലി ആക്കുന്നതിന്റെ ഭാഗമായിട്ട് നത്തിങ് ഈസ് അലൗബിൾ. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഫുഡ് ഐറ്റംസ് ഈസ് നോട്ട് അലൗബിൾ ഇൻ ദ ഹോസ്പിറ്റൽസിൽ അല്ലെ. ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല. നമ്മൾ പേഷ്യൻസിനെ കാണാൻ പോകുമ്പോൾ പണ്ടൊക്കെ കിറ്റിൽ ഇങ്ങനെ ഓറഞ്ചോ ആപ്പിളോ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് പോകും, ഫ്രൂട്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ. ഇപ്പൊ അത് കുറെയൊക്കെ ഇല്ലാതാക്കിയിട്ടുണ്ട്. ബിക്കോസ് ഈ പറയുന്ന ഹൈജീനിക് ആയിട്ട് ഫുഡ് ഈ സപ്ലൈഡ് ഇൻ ദ ഹോസ്പിറ്റൽ. അവർക്ക് വേണമെങ്കിൽ അവിടെ കഴിക്കാം. അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആകുന്ന രീതിയിലും ഉണ്ടാക്കുന്നുണ്ട്. എന്താ പറയാ കുറച്ച് എന്താ പറയാ ലക്ഷറിയസ് ആയിട്ടുള്ള രീതിയിലുള്ള ഫുഡുകളൊക്കെ ഇപ്പൊ നമ്മൾ ഈ രാജഗിരിയെ പോലെയുള്ള ഹോസ്പിറ്റൽസിലേക്കൊക്കെ ചെന്ന് കഴിക്കാൻ വി ക്യാൻ സീ അവിടുത്തെ ഫുഡ് കഴിക്കുന്ന ഫുഡ് കോർട്ടിലേക്ക് നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാം. അത് എല്ലാ രീതിയിലും എല്ലാവരെയും ഇപ്പൊ ചിലപ്പോ ഒത്തിരി പൈസ ഒന്നുമില്ല അവർക്ക് അത്ര വലിയ വലിയ രീതിയിലുള്ള ഫുഡുകളൊക്കെ കഴിക്കാൻ. അവർക്ക് നോർമലായിട്ട് അറ്റ് ടൈം ഒരു സമയം കഴിക്കേണ്ട ഫുഡ് കഴിക്കാൻ ചൂസ് അവരുടെ അവരിതനുസരിച്ച് അവർക്ക് അത് ചൂസ് ചെയ്യാം, പേയ്മെന്റ് നടത്താം. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് അപ്പൊ ആ രീതിയിൽ അപ്പൊ കിച്ചൺ എന്ന് പറയുന്നത് ഇസ് റെസ്പോൺസിബിൾ ടു പ്രൊവൈഡ് ഹൈജീനിക് ആൻഡ് എന്താ പറയാ ഫുഡ് ടു ദ പേഷ്യൻസ് അക്കോർഡിംഗ് ടു ദർ ഡയറ്റ്. ചിലപ്പോഴൊക്കെ ഡയറ്റീഷ്യൻസ് പറയുന്ന പ്ലാൻ അനുസരിച്ച് ചില പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു ഫുഡ് അതും ഒക്കെ ആ കൊടുക്കുന്ന രീതിയിലാണ് കിച്ചൺ ഓർ ക്യാൻറ്റീൻ അവിടെ ആയിരിക്കുക. സോ അപ്പൊ ഈ കിച്ചൺ ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കൈകാര്യം ചെയ്യുന്നവര് they have to make sure that they are doing the work properly and hygienic. അവരവരുടെ ജോലികളൊക്കെ വളരെ ഹൈജീനിക് ആയിട്ടുള്ള സ്ഥലത്താണ് ചെയ്യുന്നത്. ഒരു കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ ഫുഡ് നമുക്ക് കഴിക്കാൻ തോന്നണ്ടേ? അതെങ്ങനെയായിരിക്കണം? കിച്ചൺ അത്ര വൃത്തിയുള്ളതായിരിക്കണം അല്ലെ, ഹൈജീനിക് ആയിരിക്കണം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കിച്ചൺ. അവിടെയാണ് നമ്മൾ ഫുഡ് ഒക്കെ പേഷ്യൻസിനുള്ളത്. ഇപ്പൊ ഹോസ്പിറ്റൽസിൽ they will take the menu from the patients and according to that the food will be provided. അവിടുത്തെ ഫുഡ് മെനു അവർ പറയും ഇന്നതാണ്, അപ്പൊ അത് അനുസരിച്ച് അവർക്ക് ഫുഡ് എത്തിക്കുക എന്നുള്ളതാണ്. Then comes the laundry. Laundry means cleaning of used linen ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് ഹോസ്പിറ്റൽസിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ലിനൻ which is used by the doctors. ഈ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന അവരുടെ എന്താ പറയാ സർജറീസിനൊക്കെ ഉപയോഗിക്കുന്ന കോട്ടുകളൊക്കെ ഉണ്ടാകും. അവരുടെ പർട്ടിക്കുലർ ഡ്രസ്സ് ഉണ്ട്. പേഷ്യൻസിന് അവർക്ക് എന്താ പറയാ ഇൻ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഡ്രസ്സ് അവരെയും ഇതുപോലെ തന്നെ ഏതെങ്കിലും പ്രൊസീജിയേഴ്സിനൊക്കെ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ പർട്ടിക്കുലർ ഡ്രസ്സ്. ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പൊ ഡെലിവറി നമുക്കറിയാം. നമ്മളിപ്പോ ഒരു ചുരിദാറൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോയാലും ഡെലിവറി ടൈമിൽ they will provide some dress അല്ലെ, അവരുടേതായ ഡ്രസ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആള് ലൈനിൽ അടുത്ത ആള് ഉണ്ട് നിൽക്കാനായിട്ട്. അപ്പൊ ആൾക്ക് ഊരി കൊടുത്തോ? അങ്ങനെയല്ല. They have to be removed and it should be cleaned well, washed well and ironed well. അതൊക്കെ കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് ഒക്കെ കൊണ്ടുവന്ന് അവിടെ തന്നെ വീണ്ടും കൊടുക്കണം. അപ്പൊ അതിനനുസരിച്ചുള്ള പെയർ സെറ്റുകൾ ഷുഡ് ബി അവൈലബിൾ ഇൻ ദ ഹോസ്പിറ്റൽ. അപ്പൊ അവിടെയുള്ള ബെഡ് അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. സോ അത് മാത്രം അറിഞ്ഞിരിക്കാം. ലോണ്ടറി ഈസ് ദ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്ലീനിങ് ദ ഓർ വാഷിംഗ്, അയേണിംഗ് എക്സെട്ര. ഇതെല്ലാം എന്തിന്റെ ലിനൻസ് ഓർ ദ ഡ്രസ് മെറ്റീരിയൽസ് വിച്ച് ഈസ് യൂസ്ഡ് ബൈ ദ പീപ്പിൾ. പേഷ്യൻസ് അല്ലെങ്കിൽ അവിടെയുള്ള നഴ്സസ് ഇതുപോലെ തന്നെ കോട്ടുകൾ ഇടുന്നുണ്ട്. ഇതൊക്കെ ക്ലീൻ ചെയ്ത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ലോണ്ടറി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി. ദെൻ നെക്സ്റ്റ് വൺ സെക്യൂരിറ്റി ആണ്.
സെക്യൂരിറ്റി ഈസ് ഓൾസോ ഈസ് ദ പേഴ്സൺ ഹു ഈസ് പേഴ്സൺ ഓർ പേഴ്സൺസ്, അതായത് അവിടുത്തെ ഹോസ്പിറ്റൽസിനെ സെക്യൂർഡ് ആക്കി വെക്കുക. എന്താ പറയാ, ഏതെങ്കിലും ആളുകളൊക്കെ ജസ്റ്റ് കയറി വരുമ്പോൾ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് തിരക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ അറിയിക്കാനോ അല്ലെങ്കിൽ സെക്യൂർ ആക്കാനോ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അത്ര വലിയ ഇതൊന്നുമല്ല, ചിലപ്പോൾ 1-2 പേരൊക്കെ സെക്യൂരിറ്റി ആയിട്ടൊക്കെ ഉണ്ടാകും. അത്ര വലിയ ഡിപ്പാർട്ട്മെന്റ് ഒന്നുമല്ല, ഒരു വലിയ ഡിപ്പാർട്ട്മെന്റ് ഒന്നുമല്ല. സെക്യൂരിറ്റി ഈസ് ആൻ ഇമ്പോർട്ടന്റ് തിങ് ഫോർ എ ഹോസ്പിറ്റൽ, അത് ഓർക്കാം. Then maintenance of different types of machines, equipments, and even the മെയിൻ്റനൻസ് ഓഫ് ടോയ്ലറ്റ് പൈപ്സ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ വന്നു. പേഷ്യന്റ് ഈസ് ടു ബി അഡ്മിറ്റഡ് ഇൻ എ റൂം, ഒരു പേഷ്യന്റിന് ഒരു റൂം കൊടുക്കണം. അപ്പൊ പേഷ്യന്റിന് കിടക്കാനുള്ള റൂം പ്രൊവൈഡ് ചെയ്തു, AC വെച്ചിട്ടുണ്ട്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ്. പൈപ്പിലുണ്ട്, പക്ഷെ വെള്ളം വലിയില്ല. ഇതൊന്നും പറ്റില്ലല്ലോ. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ എപ്പോഴും കീപ്പ് ചെയ്യണം. സോ എവറി ടൈം ഒരു ഹോസ്പിറ്റലിൽ ഒരു മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്ന എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള മെയിൻ്റനൻസ് ഉണ്ടായിരിക്കണം. അതിനൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇലക്ട്രിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ളവര്, മെഷീൻസ് ഒക്കെ ഒത്തിരി മെഷീൻസ്, ഇപ്പൊ നമ്മൾ കാർഡിയാക്കുമായിട്ട് ബന്ധപ്പെട്ട് എക്കോ എടുക്കുന്ന മെഷീൻസ് ഉണ്ട്, അതുപോലെ തന്നെ TMT മെഷീൻസ് ഉണ്ട്. ഇഫ് ഇറ്റ് ബ്രേക്സ് ഡൗൺ, അതിന് എന്തെങ്കിലുമൊക്കെ ബ്രേക്ക് ഡൗൺസ് സംഭവിച്ചാൽ അവർക്ക് പ്രോപ്പറായിട്ട് അവിടെ എന്താ പറയാ, ഭയങ്കര ഡിസ്റ്റർബൻസ് വരും. ഏതെങ്കിലും ഒരു പേഷ്യന്റിനെ കയറ്റി നിർത്തിയപ്പോഴായിരിക്കും TMT മെഷീൻ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്നത് മോശമായ രീതിയിൽ, അതായത് ഇതിന്റെ വർക്കിംഗ് പ്രോപ്പർലി അല്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അടുത്ത ആൾ വീണ്ടും നിൽക്കുകയാണ്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിൽ ലാഗ് വരും, ഡിലേ വരും. പേഷ്യൻസ് അവരുടെ പേഷ്യന്റുകളുടെ പേഷ്യൻസ് നഷ്ടപ്പെടും, അല്ലെ, അക്ഷമരാകും. നമ്മൾ എപ്പോഴും എല്ലാവരും ബിസിയാണ് ഓരോരുത്തരിലും. അപ്പൊ ആ പ്രൊസീജിയർ കഴിയാൻ നമുക്ക് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ഡൗൺ ആയാലോ. അപ്പൊ എപ്പോഴും ആ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്ന ആളുകളെ എപ്പോഴും അവിടെ നിർത്തില്ല, എപ്പോഴും അവരവിടെ വന്ന് ചുറ്റും വളർന്നിരിക്കണ്ട. അറ്റ്ലീസ്റ്റ് they have to hold their numbers which they can contact at the immediate as soon as possible. അവരെ കണ്ടെത്താൻ അല്ലെങ്കിൽ അവരെ കിട്ടാനുള്ള നമ്പേഴ്സ് എങ്കിലും അവരുടെ കളക്ട് ചെയ്ത് വെക്കണം. അത് അവര് കറക്റ്റ് ആയിട്ട്, അതായത് നമ്പർ ഉണ്ട്, വിളിച്ചു, എവിടെയാണ്ട് കിടക്കാണ്, ഏതെങ്കിലും അടുത്ത അന്യരാജ്യത്ത് കിടക്കുന്ന ആളാണ്, വിളിച്ചു വരുത്താൻ പറ്റുമോ? ആളാണ് ഇവിടെ കൊണ്ടുവന്ന് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തത്, ആളെ തന്നെ വിളിക്കണം, പുറത്തേക്ക് പോയി. അങ്ങനെയൊന്നുമല്ല, അറ്റ് നിയറസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഏറ്റവും അടുത്ത് വിത്തിൻ നോ ലിമിറ്റ് ഓഫ് ടൈം, അതായത് ഒട്ടും തന്നെ സമയം കളയാതെ എടുത്താൻ പറ്റുന്ന ആൾക്കാരെ അവരുടെ നമ്പറോ മറ്റു കാര്യങ്ങളോ ഇതൊക്കെ ഡീൽ ചെയ്യാനുള്ള ആളുകളെ വെച്ചിരിക്കണം. ദാറ്റ് ഈസ് ദ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇൻ ജനറൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റിലെ ലാസ്റ്റത്തേതാണ് മോർച്ചറി. മോർച്ചറി എന്താ? മോർച്ചറി ഈസ് ദ പ്ലേസ് വേർ ഡെഡ് ബോഡീസ് ആർ കെപ്റ്റ് ടെമ്പററിലി, അല്ലെ, കുറച്ച് നേരത്തേക്കോ കുറച്ച് ദിവസങ്ങളിലേക്കോ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്ന സ്ഥലത്തെയാണ് നമ്മൾ മോർച്ചറി എന്ന് വിളിക്കുക. അത് എന്ത് പർപ്പസിനായിരിക്കാം? ചിലപ്പോ സം പേഷ്യൻസ് ടു ബി ഐഡന്റിഫൈഡ് ബൈ ദർ റിലേറ്റീവ്സ്. ചിലപ്പോ എവിടെയെങ്കിലും കിടന്ന് മരിച്ചു, ചിലപ്പോ യാത്രയിൽ മനുഷ്യന്റെ അവസ്ഥയാണ്, എവിടെ കിടന്ന് മരിക്കാന്ന് അറിയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലുള്ളവര് തന്നെ ഇപ്പോഴത്തെ കാലത്ത് അറിയുന്നില്ല, പിന്നെയാണ് വേറെ നാട്ടിൽ കിടന്ന് മരിച്ചാല്. അപ്പൊ അവിടെയുള്ള പേഷ്യന്റ് ആളുകൾക്ക് അറിയില്ല ആരാണ് മരിച്ചതെന്ന്. സോ ദേ ഹാവ് ടു ബി ഐഡന്റിഫൈഡ് ബൈ സംവൺ. ആരെങ്കിലും വന്ന് അവരെ ആരാണെന്ന് അറിയണം. സോ ഇൻഫോർമേഷൻസ് വിൽ ബി പ്രൊവൈഡഡ് ഇൻ ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മീഡിയാസ് വഴി ആളുകളെ അറിയിക്കും, ഇന്നടുത്ത് ഒരാളിങ്ങനെ അജ്ഞാതൻ ഇങ്ങനെ മരിച്ചിട്ടുണ്ട്, ഇന്ന സ്ഥലത്താണ് മോർച്ചറിയിൽ സൂക്ഷിച്ചേക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇഫ് സംബഡി ഈസ് മിസ്സിംഗ് എനിവർ, എവിടെയെങ്കിലുമൊക്കെ ഇതുമായിട്ട് ആ ഒരു എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ അടയാളങ്ങളൊക്കെ പറയുമല്ലോ സയൻസ് ഒക്കെ, അതൊക്കെ നോക്കി ഇന്ന ആളാണോ നമ്മുടെ ആരെങ്കിലും മിസ്സിംഗ് ആണെങ്കിൽ നമ്മൾ പോയത് ആളാണോ അല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയും കാലം വരെയെങ്കിലും അത്രയും സമയം വരെയെങ്കിലും ദിസ് ഡെഡ് ബോഡി ഷുഡ് ബി സ്റ്റോർഡ് സംവർ. അത് എവിടെയെങ്കിലും എന്തെങ്കിലും സ്റ്റോർ ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് മോർച്ചറി എന്ന് പറയുന്നത്. സോ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റില് നമ്മൾ ഇന്ന് പറഞ്ഞത് 2 ഡിപ്പാർട്ട്മെന്റ് ആണ്. സപ്പോർട്ടീവിന്റെ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻസിൽ നമ്മൾ പറഞ്ഞ 2 ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. ഒന്ന് തെറാപ്യൂട്ടിക് ആൻഡ് ജനറൽ. തെറാപ്യൂട്ടിക്കിൽ 3 ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫാർമസി, ഫിസിയോതെറാപ്പി ആൻഡ് ഡയബറ്റിക്സ്. ജനറലില് CSSD, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ, ലോണ്ടറി, സെക്യൂരിറ്റി, മെയിൻ്റനൻസ് ആൻഡ് മോർച്ചറി എന്ന ഇത്രയുമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. സോ യു ജസ്റ്റ് റൈറ്റ് ഡൗൺ ദ നോട്ട്സ്. ഒന്ന് വേഗം എഴുതി വെക്കാം. OPD അറിയാത്തവരൊന്ന് വേഗം ഒരു ഹെൽപ്പ് ചെയ്താൽ OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഫുൾ ഫോം അത് ചോദിക്കാം, എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. OPD എന്ന് എഴുതി പെട്ടെന്ന് പെട്ടെന്ന് എഴുതുക. ചാപ്റ്ററിന്റെ പേര് എഴുതാൻ മറക്കരുത്. 5th ചാപ്റ്റർ നമ്പറിനൊന്നും ഇവിടെ വലിയ പ്രാധാന്യമില്ല. 35 ചാപ്റ്റർ ഈ എല്ലാ ടീച്ചേഴ്സും കൂടി എടുത്തിട്ടുള്ളത് മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അറിഞ്ഞിരിക്കുക.
ഏതെങ്കിലും ചാപ്റ്റർ ഇതിൽ നിന്ന് 35 ഇല്ല മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ജസ്റ്റ് ഇൻഫോമസ്. അതർവൈസ് നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾ മനുഷ്യരാണ്. ചിലപ്പോൾ ഏതെങ്കിലും ടീച്ചർ ബൈ മിസ്റ്റേക്ക് ഏതെങ്കിലും ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്ത് നമ്മൾ അറിയില്ല. നമ്മളിത് അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഓരോ ടീച്ചേഴ്സിന് ഇത്ര ചാപ്റ്റേഴ്സ് വീതം. സോ അവരാണ് റെസ്പോൺസിബിൾ അവരുടെ ചാപ്റ്റേഴ്സ് എടുത്ത് തീർക്കാന്നുള്ളത്. ബൈ മിസ്റ്റേക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തില് ഒത്തിരി ബാച്ചസ് ഉണ്ടല്ലോ, എങ്ങനെ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു വഴി ഇതേ ഉള്ളൂ. 35 ചാപ്റ്റേഴ്സ് ആണ്. എല്ലാ ടീച്ചർമാരെയും നോട്ട്ബുക്കിന്റെ ചാപ്റ്ററിന്റെ പേരുകൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ വൈസ് നമ്മൾ എഴുതി നോക്കിയാൽ മതി. ഓക്കെ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റലാണ് നമ്മളുടെ 5th ചാപ്റ്ററിന്റെ പേര്. 5th എന്നുള്ള നമ്പർ ഒന്നും ഇവിടെ പ്രാധാന്യമില്ല കേട്ടോ. OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് വൺ IPD ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. Inpatient department. Next one, therapeutic. Meaning of the therapeutic. 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 Hyphenated departments. Departments for healing of diseases. For healing, HEALING. Healing of diseases. ഇത്രയും പറഞ്ഞതിൽ ഇന്നിപ്പോ ഇത്രയും വരെ നമ്മൾ എടുത്തുള്ളൂ. ജനറൽ ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലാസിഫിക്കേഷൻസ് വരെ ജസ്റ്റ് നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. ബാക്കി 2 ഡിപ്പാർട്ട്മെന്റുകളൂടി എടുക്കാൻ സപ്പോർട്ടീവില് ഉണ്ട്. പിന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ ഓൾറെഡി ടൈം ഈസ് ഓവർ. അത്രയും വരെ മനസ്സിലാവാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇനി ഒരു കുഞ്ഞു ഭാഗം എടുത്തുള്ളൂ. ആ ഒരു പെട്ടിയുടെ പകുതി ഭാഗം നമ്മൾ എത്തിയിട്ടുള്ളൂ. അത് തന്നെ നിങ്ങൾ ഭയങ്കര സ്പീഡാന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല കാര്യം. ഫാർമസി തെറാപ്യൂട്ടിക് ഏരിയയിലെ ഒരു ഹൈഫനറ്റ് ഡിപ്പാർട്ട്മെന്റ് ഫോർ ഹീലിംഗ് ഡിസീസസ്. ഫോർ ഹീലിംഗ് HEALING. ഹീലിംഗ് ഡിസീസസ്. DISEASES. Diseases. Healing of diseases. Next one, pharmacy. Pharmacy. Okay. Okay, pharmacy. Very high Frida. Where medicine is provided. Where WHERE. Where medicine is provided. Pharmacy. Next one, physiotherapy. Physiotherapy. Therapy treatments. Therapy. THERAPY. Therapy treatments for muscles, bones, etc. Muscles. 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 Bond, BONES, bonds, etc. നമ്മുടെ മസിൽസിനും ബോഡിക്കും ബോൺസിനും ഒക്കെ വേണ്ടി വരുന്ന തെറാപ്പി ട്രീറ്റ്മെന്റ് ആണ്. തെറാപ്പി കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഡയറ്ററ്റിക്സ്. Dietetics. DIEDETICS. Dietetics. Hyphenada, relating to diet. Relating to diet. എഴുതി തരുമ്പോ അടുത്ത ദിവസം വരുമ്പോ ജസ്റ്റ് അതെന്തൊക്കെയാണ് എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോ അപ്പൊ തന്നെ ചോദിക്കുന്ന ആള് മറുപടി പറയാ കേട്ടോ. കുറെ പേരൊക്കെ അവിടെ ഓണാക്കി കയറ്റി തുറന്നു വെച്ചിട്ടുണ്ട്. പക്ഷെ അവരവിടെ ഇല്ല, ആളില്ല, ഫിസിക്കലായിട്ട് ആളില്ല. ആള് അവിടെ ഓപ്പണാക്കി വെച്ചാൽ നമ്മളത് റെക്കോർഡഡ് ക്ലാസ് കാണുന്നതിന് ഈക്വൽ ആയിരിക്കും. നമ്മൾ റെക്കോർഡ് ക്ലാസ് കാണുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ലൈവ് ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ യു ഷുഡ് ബി ദർ. നിങ്ങൾ അവിടെ ഇരിക്കണം. ജസ്റ്റ് വിളിക്കുമ്പോ തന്നെ ആള് ഒന്ന് ചിലപ്പോ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. റിലേറ്റിംഗ് ടു ഡയറ്റ്. നെക്സ്റ്റ് വൺ CSSD. ഇടാം. എന്റെ ഫുൾ ഫോം അറിയില്ലാത്തൊരു വീണ്ടും ഒന്ന് ചെയ്ത സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. സെൻട്രൽ CENTRAL. സെൻട്രൽ sterile STERILE. Sterile. Central sterile supply SUPPLY. Supply.
ഡിപ്പാർട്ട്മെന്റ്സ്. ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഞാനത് ഡിപ്പാർട്ട്മെന്റ് വൈസ് അല്ല പറഞ്ഞ്, മൊത്തം അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നതാണ്. നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കുമ്പോൾ അത് ഏത് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നു എന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ജസ്റ്റ് അതിന്റെ എന്താണെന്ന് ഒരു ചെറിയ കുഞ്ഞ് എക്സ്പ്ലനേഷൻ തരുന്നുള്ളൂ. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഒരു ഹൈഫൻ ഇട്ടിട്ട് വീണ്ടും അതിന്റെ കൂടെ തന്നെ ഇതാ സ്റ്റെറിലൈസേഷൻ ഓഫ് surgical equipments etc. Surgical, SURGICAL, surgical equipments. SSD, Central Sterile Supply Department എന്ന് എഴുതി ഒരു ഹൈഫൻ ഇട്ടു. ഡിപ്പാർട്ട്മെന്റ് ഫോർ സ്റ്റെറിലൈസിംഗ് സർജിക്കൽ equipments. Next one is the housekeeping. Okay, housekeeping either hyphenated either housekeeping. The department responsible for keeping and maintaining the hospital neat and clean. Last which ആണോ മാം? ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ പറയാമോ? Neat and clean. Neat which അല്ല പറഞ്ഞേ, neat and clean. Next one, kitchen or canteen. Kitchen either or canteen കൂടെ കൊടുത്താൽ മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞ അതാണ് മ്യൂട്ട് ചെയ്യാം. കിച്ചൺ ഏതാ ഓർ ക്യാൻറ്റീൻ ഏതാ? ഡിപ്പാർട്ട്മെന്റ്സ് which provides food for patients, according to diets, DIET, diets. Next one, laundry. എല്ലാവരും എഴുതാ. ഇനി ആർക്കെങ്കിലും ക്ലിയർ ആവാത്തതില്ലെങ്കിൽ പറയട്ടെ. ആർക്കെങ്കിലും ഏതെങ്കിലും വേർഡ് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലാസ് കഴിഞ്ഞാലും അവരോട് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നോട്ട് നിങ്ങൾക്ക് തരും. ഓക്കെ, ഇവിടെ തന്നെ സ്ക്രീനിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ലോണ്ട്രി. സമയം പോകും. ലോണ്ട്രി ഹൈഫൻ ഇടുക. ഡിപ്പാർട്ട്മെന്റ്സ് responsible for cleaning, washing, disinfecting. അണുവിമുക്തമാക്കുക എന്നുള്ള കാര്യം കൂടി ഉണ്ട് കേട്ടോ. disinfecting, DISINFECTING, disinfecting. Used linen in hospital. അവിടെ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളുടെ ഒക്കെ ആ ഒരു മെറ്റീരിയൽ അതാണ്, ലിനൻ ആണ്. അതുകൊണ്ടാണ് ആ ഒരു വേർഡ് ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ലിനൻ ഇൻ ഹോസ്പിറ്റൽ. ഇതൊക്കെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് അയൺ ചെയ്തൊക്കെ അതായത് ഡിപ്പാർട്ട്മെന്റിൽ എത്തിക്കുക എന്നുള്ളതാണ് ലോണ്ടറിയുടെ റെസ്പോൺസിബിലിറ്റി. നെക്സ്റ്റ് വൺ മെയിൻ്റനൻസ്. സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല.
മെയിൻ്റെനൻസ് സെക്യൂരിറ്റി അറിയാം, സെക്യൂർ ആക്കുക എന്നുള്ളതാണ്. ഹോസ്പിറ്റൽ ബൗണ്ടറി മെയിൻ്റെനൻസ്. അടുത്തത് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ്. ഏതാ ഹൈഫ്നട്ട് ഏതാ ഡിപ്പാർട്ട്മെന്റ് responsible for repairing, comma, maintaining all the machineries, comma, equipments, all the machineries, comma, equipments in working condition. പ്രവർത്തനപരമായിട്ട് പ്രവർത്തിപ്പിക്കാവുന്ന അവസ്ഥയിലാക്കി നിർത്തുക എപ്പോഴും. അതാണ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി. ആൻഡ് ദി ലാസ്റ്റ് വൺ മോർച്ചറി. MORTUARY, 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 mortuary. Hyphen ida departments which keeps the dead bodies temporarily, temporarily, for identification, 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 comma, investigation. ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിരിക്കാം. ഏത് രീതിയിൽ മരിച്ചു, അങ്ങനെയും ഉണ്ടല്ലോ. മരണം പല രീതിയിലാകാം. അപ്പൊ അങ്ങനെ ചിലപ്പോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന പർപ്പസിന് വേണ്ടിയിട്ടും അങ്ങനെ സൂക്ഷിക്കാം. ഇൻവെസ്റ്റിഗേഷൻ, INVESTIGATION, ഇൻവെസ്റ്റിഗേഷൻ. ഓർ ഫോറൻസിക് പർപ്പസ്, ഫോറൻസിക് ആളുകൾക്ക് വേണ്ടിയിട്ട് അവർ ആ ഫോറൻസിക് എക്സ്പേർട്സ് ഉണ്ടാവും, അവരുടെ വെരിഫിക്കേഷന് വേണ്ടിയും ഡെഡ് ബോഡീസ് മോർച്ചറിയിൽ സൂക്ഷിക്കാം. ഓർ ഫോറൻസിക് പർപ്പസ്, FORENSIC, ഫോറൻസിക് പർപ്പസ്. ഓക്കെ, അപ്പൊ ഇത്രയും നോട്ടുകൾ വിശദമായിട്ട് നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ആൻഡ് യു ഹാവ് ടു ടേക്ക് ദ പ്രിന്റ് ഔട്ട് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. എല്ലാവരും അത് ആയിട്ട് റെഡി ആയിട്ടിരിക്കുക. എന്തെങ്കിലും ഇടയ്ക്ക് കുഴപ്പങ്ങൾ വരും തോന്നുന്നുണ്ട്. ഒന്നാമത്തെ മഴയില്ലേ, സോ ടെക്നിക്കൽ പ്രോബ്ലംസും ഉണ്ട്, എന്താ പറയാ, പവർ ഫെയിലിയർ ഉണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാ ജസ്റ്റ് കുറച്ച് ദിവസം കഴിയുമ്പോൾ മഴയൊക്കെ മാറുമ്പോൾ ഓക്കെ ആവും. അപ്പൊ ക്ലാസ്സസ് ഒക്കെ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വസിക്കുന്നത്. ആൻഡ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇതൊന്നും കൂടെ പറയോ? മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡെഫിനിഷൻ ഒന്നും കൂടെ പറയൂ. ഇവിടെ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലെ? ഡൗട്ട്സ് ഒന്നുമില്ല. അത്ര ഡൗട്ട് വരാൻ പറ്റുന്ന കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. അവർക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് ജസ്റ്റ് നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഉള്ളൂ. അത് നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ക്ലാസ്സുകൾ എല്ലാവർക്കും ഇഷ്ടമായോ? Okay, so Okay, ma'am. Thank you. yes, so we will Thank meet you, ma'am. next day. Thank you, ma'am. So Thank you, ma'am. മാം ടൈം ടേബിൾ തന്നിട്ടില്ലല്ലോ. തോന്നുന്നല്ലോ. അപ്പൊ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടാ. Okay, ma'am. ടൈം ടേബിൾ തന്നിനാ? അതിന്റെ തന്നോളൂന്ന് അറിയില്ല, എനിക്കും കിട്ടിയിട്ടില്ല. ടൈം ടേബിൾ ഒന്നും ഇല്ല. ടീച്ചർ ഏത്